بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സൂറത്തുന്നൂറിലെ 21-ാമത്തെ സൂക്തമാണ് നമ്മൾ ഓതിവെച്ചത്. അല്ലാഹു വിശ്വാസികളെ വിളിച്ച് ഒരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം നാം പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. അഥവാ ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെയും സഫ്വാനു ബിനുൽ മുഅത്തിൽ റളിയല്ലാഹു അൻഹുവിനെയും ചേർത്തി പറഞ്ഞുണ്ടായ ആരോപണം, അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടായിത്തീരാനുള്ള കാരണം ശൈത്വാനിന്റെ പിശാചിന്റെ പ്രേരണകളിൽ മനുഷ്യൻ കുടുങ്ങിപ്പോകുന്നതാണ്. അപ്പൊ ശൈത്വാന്റെ വഴികൾ, അവന്റെ ചതിക്കുഴികൾ, അത് തിരിച്ചറിയാൻ വേണ്ടി അല്ലാഹു നമ്മെ ഉപദേശിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, പിശാചിന്റെ വഴികൾ നിങ്ങൾ പിൻപറ്റരുത്. ലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, ഏതൊക്കെയാണ് അവന്റെ വഴികൾ എന്ന് പറയാം. പിശാചിന്റെ വഴികൾ നിങ്ങൾ പിന്തുടരരുത്. വമൻ യത്തബിഉ ഖുതുവാതി ശൈത്വാൻ, പിശാചിന്റെ വഴികൾ ആരെങ്കിലും പിന്തുടർന്നാൽ അവൻ വിജയിക്കുകയില്ല, രക്ഷപ്പെടുകയില്ല. കാരണം ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, പിശാച് കൽപ്പിക്കുന്നത് ബിൽ ഫഹ്ശാഇ, അനാവശ്യം കൊണ്ട്, നീച കൃത്യം കൊണ്ടാണ് അവൻ കൽപ്പിക്കുന്നത്. വൽ മുൻകരി, ശറഅ് വിരോധിച്ച കാര്യങ്ങൾ. എന്തവൻ കൽപ്പിക്കുകയാണെങ്കിലും അതിന്റെ പിന്നിൽ രണ്ടാലൊന്നുണ്ടാകും. ഒന്നെങ്കിൽ അത് വളരെ മോശപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ അത് ശറഅ് വിരോധിച്ചതായിരിക്കും. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അല്ലാഹുവിന്റെ ഔദാര്യവും അനുഗ്രഹവും ഇല്ലെങ്കിൽ മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ ഒരാളും ഒരു നിലക്കുള്ള പരിശുദ്ധിയും നേടുകയില്ലായിരുന്നു. റബ്ബ് ചെയ്ത ഔദാര്യവും അനുഗ്രഹം കൊണ്ടാണ് ഉള്ള ഈമാനും ഇഖ്ലാസൊക്കെ വെച്ച് മുന്നോട്ട് പോകുന്നത്. ഒരാളുടെയും സ്വന്തം വക ലഭിച്ചതല്ല. വലാകിന്ന അല്ലാഹ യുസക്കി മൻ യശാ, അല്ലാഹു പരിശുദ്ധി നൽകുന്നത് അവൻ ഉദ്ദേശിച്ചവർക്ക് മാത്രമാണ്. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ഇതിലിവിടെ ഈ സംഭവത്തോടനുബന്ധിച്ച് പിശാചിന്റെ പ്രേരണകൾ നന്നായി വന്നിട്ടുണ്ട്. തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പിശാചിന്റെ വലിയൊരു പ്രേരണയാണ്. അതിൽ കുടുങ്ങാൻ പാടില്ല. അതൊരു കളവുമാണ്. ഇയ്യാക്കും വല്ലന്ന ഫഇന്ന വന്ന അക്ദബുൽ ഹദീസ്, നിങ്ങൾ ധാരണകളെ സൂക്ഷിക്കണം.
നല്ലത് വിചാരിക്കാനുള്ള ധരിക്കാനുള്ള കഴിവ് എപ്പോഴും വേണം. തെറ്റിദ്ധരിക്കാനുള്ള കഴിവ് വേഗം ഉണ്ടാക്കി കിട്ടും. വേറെ ആരും പറഞ്ഞിരുന്നും വേണ്ട, നമ്മുടെ ഊഹത്തിൽ നിന്ന് തന്നെ വരും. അതിന്റെ എതിര് ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ പണിയാണ്. അതാണ് സത്യത്തിൽ തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ. കുറ്റം ചെയ്യുന്ന ആളെ കണ്ടാൽ പോലും മഹാന്മാര് അയാളെ കുറിച്ച് കുറ്റക്കാരനാണെന്ന് വിലയിരുത്താതെ എന്തോ ഒരു കാരണം കൊണ്ട് അയാൾ പെട്ടുപോയതായിരിക്കും എന്ന് വിചാരിക്കും. നമ്മൾ അങ്ങനെ എങ്ങനെ അയാൾ പെടാൻ പാടില്ല, നമ്മൾ തീർച്ചപ്പെടുത്തൽ എങ്ങനെ അയാൾ പെടാൻ പാടില്ല അങ്ങനെ നമ്മൾ പറയാം. അയാൾ മൊയ്ലിയരല്ലേ, ഒരു ഹാജിയരല്ലേ, എന്നാ പിന്നെ ആദ്യം പറഞ്ഞ അയാൾ മാസൂമല്ലേ എന്ന് പറഞ്ഞു. മാസൂമല്ലല്ലോ. മാസൂമിങ്ങൾക്ക് മാത്രമേ, മഹ്ഫൂദിങ്ങൾക്ക് മാത്രമേ തെറ്റ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അഥവാ അമ്പിയാക്കൾ അവർക്ക് ഇസ്മത്തുണ്ട്, കാവലുണ്ട്, തെറ്റവരിൽ നിന്ന് വരില്ല. ഔലിയാക്കൾക്ക് ഹിഫ്ളുണ്ട്, മഹ്ഫൂദിങ്ങൾ എന്ന് പറയും. അവരും തെറ്റ് സൂക്ഷിച്ച് സുരക്ഷിതമായി നടക്കും. അത് അല്ലാഹു തആല അവർക്ക് നൽകിയ വലിയൊരു ദറജയാണ്. ആ ദറജയിലേക്കോ അല്ലെങ്കിൽ അതിനോട് ചേരുന്നതിലേക്കോ ചേരാനാണ് നമ്മുടെ കഠിനാധ്വാനം. അപ്പൊ ബാക്കിയുള്ള ആളുകളിൽ നിന്നൊക്കെ വൈകല്യങ്ങൾ വരും. ആ വൈകല്യങ്ങളെ പേരിൽ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം നന്നാക്കാനുള്ളൊരു വഴിയാണല്ലോ കൊടുക്കേണ്ടത്. പക്ഷെ അങ്ങനല്ല. പൊതുവെ എത്ര വലിയ അപാകത സംഭവിച്ചാലും തിരുത്തിയിട്ട് ആളെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. മുഴുകുടിയന്മാരായി നടന്ന ആൾക്കാരല്ലേ മഹാന്മാരൊക്കെ നന്നാക്കിയത്. ഇപ്പൊ നമ്മൾ ഈ മാസം ഷെയ്ഖ് ജീലാനിനെ ഓർക്കണ മാസമാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു നടത്തിയ ഏറ്റവും വലിയ ദഅവത്ത് കള്ളന്മാരെയും കൊള്ളക്കാരെയും ഇങ്ങനെ തുടങ്ങിയുള്ള വഴികളിൽ പ്രവേശിച്ചവരൊക്കെ നന്നാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നന്നാക്കിയത്? അർഹമായ ശിക്ഷ കൊടുത്തുകൊണ്ടായിരുന്നില്ല, കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നില്ല, നല്ല ഉപദേശങ്ങളായിരുന്നു മഹാന്മാർ മുഖ്യമായും വെച്ചിരുന്നത്. നല്ല ഉപദേശങ്ങളും അവരെ സ്വീകരിക്കുന്ന സ്വഭാവവും സ്വീകരിച്ചുകൊണ്ട് അവരെ കുറ്റക്കാരായി കാണാതെ എന്തോ കാരണം കൊണ്ട് പെട്ടുപോയതായിരിക്കും എന്ന് കരുതിയിട്ട് തിരുത്തുന്ന സ്വഭാവമായിരുന്നു. അതാണ് അവരെ വലിയ കഴിവ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കടന്നുകൂടിയ കള്ളനോട് തിരിച്ചു പോകുമ്പോ ചോദിച്ചു, എന്റെ പുരേ കയറിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ലെന്ന് വെച്ചു. ഇല്ല, ഒന്നും കിട്ടിയില്ല. അത് വലിയ മോശമായി പോയല്ലോ, എന്റെ പുരേ കയറിയിട്ടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കള്ളനൊക്കെ കറങ്ങിയിട്ട് ഒന്നും കിട്ടിയില്ല. നമ്മളാരെങ്കിലും അത്ര ഒരു സ്നേഹത്തോടെ ചോദിക്കോ? ഒരു കള്ളനാ, കക്കാൻ വന്ന ആളാ, അയാൾ പോകുമ്പോ എന്തിനാ വന്ന്? ഞാനെന്തോ കിട്ടുമോ? ഒന്നും കിട്ടിയില്ല, മോശമായി പോയി, എന്റെ പുരേ കയറിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒരു സഹതാപം. എന്നാ 2 ബക്കറ്റ് വെള്ളം കോരി. 2 ബക്കറ്റ് വെള്ളം കോരിയപ്പോ ഒരു ദിക്റം കൊടുത്തു. അയാളെ ആ പാടം മാറി. പിന്നെ അയാള് വലിയായി മാറി. നമ്മളാണെങ്കിൽ അടിച്ചിട്ട് അയാളെ മയ്യത്തഴിഞ്ഞോടെ. നമ്മളെ മനസ്സിന്റെ അവസ്ഥ അങ്ങനെ, അത്രയും വളരെ വളരെ താന്ന മനസ്സാണ്. അവരങ്ങനല്ല, അവരെങ്ങനെങ്കിലും ഒരാൾ രക്ഷപ്പെടണമെന്നല്ലേ ചിന്തിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ട ഒരാൾ കുടിയനായി എന്ന് കണ്ടപ്പോൾ അയാളെ ബഹിഷ്കരിക്കല്ലേ ചെയ്തത്. നമ്മളെന്താ ചെയ്യാറ്? നമ്മൾ വളരെ സ്നേഹിക്കുന്ന ആളടുത്ത് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ പിന്നെ കാലാകാലത്തെ ടച്ചന്നല്ല. അങ്ങനെ നമ്മളെ സ്വഭാവം. അത് നമ്മളെ മോശ. അയാൾക്ക് എന്തോ അങ്ങനെ സംഭവിച്ചതായിരിക്കും, നമ്മളെ ബന്ധം ഏതായാലും വിടണ്ടെന്നല്ലേ ചിന്തിക്കുക. അയാളൊരു മൂമിനല്ലേ, അങ്ങനല്ല നമ്മൾ ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കൽ എങ്ങനെ അങ്ങനെ സംഭവിക്കും? പാടില്ലല്ലോ. അങ്ങനെ നമ്മളെ വിലയിരുത്തൽ അങ്ങനെ പൊതുവെ ആൾക്കാരെങ്ങനെ എങ്ങനെ പറ്റാൻ പാടില്ല. തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും, അത് മാപ്പായി കൊടുത്ത് തിരുത്തി നന്നാക്കല്ലേ വേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു വളരെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ വന്ന ഉമർ റളിയല്ലാഹു അൻഹു കാണാതെ ഒരു ദിവസം പോകല്ല. ഞാൻ നിങ്ങളോട് മിസാല് പറഞ്ഞത്, നിങ്ങളൊക്കെ നാട്ടിലെ ഒരു ഉസ്താദ് നേതൃത്വം നൽകി കുട്ടികൾ ഇമാമായിട്ട്, അയാളടുത്ത് ഒരു അപാകത സംഭവിച്ചു. എന്തോ ആകട്ടെ, ഏതാണെന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞ അപാകത സംഭവിച്ചു. നിങ്ങൾ മാനസികമായിട്ട് ആ വെറുപ്പ് എത്ര കാലം കൊണ്ടെടുക്കും? എത്ര കാലം കൊണ്ടെടുക്കും?
പിന്നെ അയാളെ ഒരു 25 കൊല്ലം കഴിഞ്ഞാൽ നന്നായി നൂട്ടിയുള്ളൂ. അപ്പോഴും നിങ്ങളെ മനസ്സ് പറയും നന്നായെങ്കിലും ആൾ രക്ഷപ്പെടില്ല, അന്ന് അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മളെ തീരുമാനം നന്നായി, അയാൾക്ക് അങ്ങനെ ഒന്നല്ല, നിങ്ങളാ നന്നായാലും രക്ഷപ്പെടില്ല, അയാൾ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അല്ലാഹു തആല ഒന്നുമല്ല പുറത്തെടുക്കുന്ന ആൾ വരാം. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങേറ്റം സ്നേഹിക്കുന്ന ചെറുപ്പക്കാരൻ, വളരെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരൻ, അയാൾ മദ്യപാനിയായി എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ വന്നൊരു സങ്കടം എത്രയെന്ന് അറിയാം. ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു അയാളെ നന്നാക്കണം. സീക്രട്ടായിട്ടൊരു കത്ത് എഴുതിയായി. അയാൾ നന്നായി എന്ന് കണ്ടപ്പോ ഈ വിഷയം അറിഞ്ഞ ആൾക്കാരോടൊക്കെ പറഞ്ഞു, ഇനി മേലാൽ അങ്ങനത്തെ മിണ്ടാൻ പാടില്ല. അത് നന്നായിട്ടേ വരുന്നത്. നന്നായിട്ട് വരുന്ന ഒരാളെ പിന്നെ ഇത് വെച്ച് പല്ലി കുത്തിയാൽ പിന്നെ ആളായ വൈക്കല്ലേ പോവാ. നമ്മളെ ഒരു മനുഷ്യനെ നന്നാക്കാനും വിടില്ല. നന്നാക്കാൻ വിടാത്ത കാരണം എന്താ, ഈ പഴയ കാറ പിന്നെയും പറയും. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു ചെറുപ്പക്കാരിലോ എന്തെങ്കിലും അപാകത സംഭവിച്ചു നോട്ടിയുള്ളൂ. നാട്ടിൻ പുറങ്ങളെ സംഭവിക്കാൻ, നമ്മളെ നാടത്ര പരിശുദ്ധി ഇസ്ലാമിന്റെ നാടൊന്നല്ലോ. എന്തോ ഒരു കുത്തഴിഞ്ഞ ജീവിതം നയിച്ചു. പിന്നെ ബാപ്പാക്കമ്മാക്ക് എന്തൊരു അസുഖം വന്നപ്പോ ഈ ചെറുപ്പക്കാരെ നന്നായി, അള്ളാഹു കൊടുത്തൊരു ഷോക്കാണ്, നന്നായിട്ട് വിവാഹ ജീവിതത്തിലേക്ക് പാദം മൂന്നുമ്പോ നമ്മളെ മറുപടി എന്താ? ഒരാൾ വന്ന് അന്വേഷിക്കുമ്പോ നിങ്ങളിപ്പോ അയാളെ കാണാൻ കണ്ട് ചോദിച്ചു നോക്കിയ ആൾക്കാരോട്, +2 മറ്റൊക്കെ പഠിച്ചു നടക്കുമ്പോ പറ്റ മോശം, ഇപ്പള്ള ലെവല് പറഞ്ഞാ പോരെ. നമ്മൾ എത്ര ദിവസം മുമ്പത്തേക്കാ കൂട്ടുന്നത്. ഇപ്പൊ അവനൊരു 10-24 വയസ്സായി, ആള് ഉഷാറല്ലേ? ഉഷാറാണ്. ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് പറഞ്ഞാ പോരെ. +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റേ ആൾ ചോദിച്ചു, ആള് മോശം. അപ്പൊ ആ പഴയ കാലത്ത് ആ കഥ നമ്മൾ മനസ്സിലങ്ങനെ കൊണ്ടുവച്ച് നമ്മളെ മനസ്സിങ്ങനെ മുറിവായിട്ട് ഇങ്ങനെ നടക്കാൻ നമുക്ക് തോന്നും. നമ്മൾ മറ്റേ ആളാണ്, മറ്റേ സെക്രട്ടറിയാ, മറ്റേ പ്രസിഡന്റാ, ഞാൻ വലിയ ഗുദ്ദാമിയാന്നൊക്കെ തോന്നും. ഒരു ഗുദ്ദാമിയായില്ല, ഓരോ അലക്കിയായില്ല. ഈ മനുഷ്യനെ കുറിച്ചുള്ള മനസ്സിലെ മുറിവ് എന്ന് മാറ്റുന്നു അന്ന് നന്നാവും. നിങ്ങളെ നാട്ടിൽ എത്ര ആൾക്കാരെ പറ്റി അങ്ങനത്തെ വൈമനസ്സുള്ള ചിത്രം നിങ്ങൾ കൽബിൽ മാറ്റി എന്നിട്ട് നന്നാകാം. നന്നായിട്ടും വിടാത്തത്ര ചിത്രങ്ങളുണ്ട്. ആണിനെ പറ്റി പെണ്ണിനെ പറ്റി ഇപ്പോഴും അവർ നന്നായിട്ടും വിടാതെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന എത്ര ചിത്രങ്ങളുടെ കൽബിൽ. അതാദ്യം വിടി. നന്നാകാനും അയക്കൂലേ? അവര് നന്നായി വന്നു. ഈ ചെറുപ്പക്കാരൻ ഓൾറെഡി ഇങ്ങനെ ചില വിഷയങ്ങളെ കണ്ടപ്പോൾ ഗൾഫ് വിട്ടു. അവന്റെ വാപ്പ ഗൾഫ് കയറ്റി. മക്കത്താ പോയത്. അവിടെ പോയി മക്കത്ത് തവാഫും പിന്നെ ഉംറ കാഴ്ചയിൽ ചെയ്ത് മദീനത്ത് സിയാറത്തൊക്കെ ചെയ്ത് ഒരു 2-3 കൊല്ലം ജോലി എടുത്ത ആള് നന്നായി വന്നു. അന്വേഷിക്കാൻ നമ്മളെ കിട്ടിയത് ആൾക്കാർക്ക്, നമ്മൾ ഇത്രയും മോശക്കാരാണ് ആൾക്കാർക്ക് തിരിയില്ലല്ലോ. അപ്പൊ നമ്മള് വലിയ പിന്നെ മറ്റേ സെക്രട്ടറി ഒക്കെ ആയപ്പോ ആൾക്കാരന് വന്നാണ്. എന്നിട്ട് നമ്മളോട് ചോദിച്ചു, നമ്മളെ മറുപടി എന്താ? ഓനെ ഇപ്പൊ നിങ്ങളെ മോൾക്ക് തയ്യാറാക്കി ഗൾഫ് പോണതിന് മുമ്പൊക്കെ വളരെ മോശം. എന്തിനാണ് ഈ വർത്താനം? ആള് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ പള്ളിയിലൊക്കെ ഉണ്ടായാലും ഉഷാറാണ്. നമ്മളെ കാഴ്ചപ്പാടിൽ ലോകത്തിലെ ആള് നന്നായി നമ്മൾ കണ്ടാ പോരെ. ഞാൻ പറഞ്ഞു നന്നാകാനും വിടൂല. നന്നായൊരു മനുഷ്യൻ വന്നാലും നന്നാകാൻ വിടൂല. അവിടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ആള് നന്നായിട്ടേ വരുന്നുട്ടോ, തൗബ ചെയ്താൻ മടങ്ങുന്നത്. നിങ്ങൾ അറിഞ്ഞ ആൾക്കാർ ഒറ്റ കുട്ടി വിഷയം മിണ്ടരുത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനത്തിൽ വലുതുണ്ട്. അയാൾ എവിടുന്നാ വരുന്നത്? ബസറേന്നാ വരുന്നത്. ഈ ചെറുപ്പക്കാരൻ ബസറേന്നാണ് തൗബ ചെയ്ത് നന്നായി നല്ല മനസ്സോടെ വരുന്നത്. മദീനക്കാരായ അറിഞ്ഞ ആൾക്കാരോടൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു ഇനി ആരോട് ഈ വിഷയം മിണ്ടരുത്, പറയും ചെയ്യരുത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയൂല. അതന്നെയാണ് നമ്മളും മനുഷ്യന്മാരും തമ്മിലുള്ള പ്രശ്നം. സിന്ദാബാദും മുദ്രാവാക്യൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ഖൽബിന്റെ മുറിവുണങ്ങണ്ടേ സഹോദരങ്ങളെ. വീക്ക്നെസ്സുകളും മൈനസുകളും മാത്രല്ലേ നമ്മുടെ മനസ്സിലുള്ളത്. മഹാന്മാര് പറഞ്ഞു, ഒരാളെ പറ്റി നല്ലത് മനസ്സിലാക്കണമെങ്കിൽ അയാളെ മഹത്വങ്ങൾ നീ അങ്ങ് ഉൾക്കൊണ്ടാ മതി, മറ്റേത് നീ അങ്ങ് വിട്ടേക്ക്. അയാളെ മഹത്വങ്ങൾ നീ ഉൾക്കൊണ്ടോ, പോരായ്മകൾ അതിനല്ലേ നമുക്ക് കഴിയാത്ത. ഉസ്താദ് എങ്ങനെ അയാളെ പോരായ്മ വിടുക? നിന്റെ പോരായ്മ അങ്ങനെ ഉണ്ട്, നീ ഒന്ന് പറഞ്ഞ സ്വകാര്യ ഉഷാറാ. നീ പ്രായപൂർത്തി എത്തിയിട്ട് ഒറ്റ നിസ്കാരവും കാരണല്ലാതെ ഖളാക്കിയിട്ടില്ല എന്ന് ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്ന ആൺകുട്ടിയാണോ? ആണെങ്കിൽ സംസാരിച്ചാൽ മതി. അല്ല, ഞാൻ അതിലെ കുറച്ച് വീക്ക്നെസ് എന്നാമുണ്ടല്ലേ. നീ കറക്റ്റായിട്ട് ഒരു നോമ്പും വിടാതെ സുന്നത്ത് നോമ്പൊക്കെ കറക്റ്റായിട്ട് നോക്കുന്ന അത്രയും വലിയ മുത്തഖിയാണോ? നാട്ടിലുണ്ടാകുമ്പോ ഒരു വിഷയവും ഇല്ലാതെ നീ ജമാഅത്തിലേക്ക് ഒരു ജമാഅത്തും മുടക്കാത്ത അത്രയും കട്ടുണ്ടേ നടക്കുന്ന ആളാണ്. അതിൽ നിനക്ക് സൂക്ഷ്മതല്ല. പിന്നെ എന്താ നീ പറയുന്നത്? ഒരു മാസം ഒരു 40 ദിവസമാകുമ്പോ കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ 30 ദിവസമാകുമ്പോ ഒരു ഖത്മ് തീർത്ത ആളാണോ? ആ മേഖലയിൽ ഒന്നും നീ ഇല്ല. പിന്നെ നീ എന്തിനാ വലുതാകുന്നത്?
നീ എന്തിനത്ര ഉഷാറാകുന്നത്? അപ്പൊ മറ്റുള്ളവരെ പോലെ തന്നെ നിന്നെ കണ്ടിട്ട് ഞാൻ അവരെക്കാളും മോശക്കാരനാണെന്ന് കണ്ടിട്ട് നന്നാകുന്നതിന് പകരം മറ്റുള്ളവരെ അയ്ബുകൾ മാത്രം നിന്റെ മനസ്സിലുണ്ട്. മനാഖിബ് പോലെ മഹത്വങ്ങളൊന്നുമില്ല. ഓലെ മഹത്വങ്ങൾ എന്തെങ്കിലും പരിഗണിച്ചുകൊണ്ട് ഈ ഭാഗം മറകളൊക്കെ മാറ്റാനല്ലേ ശ്രമിക്കേണ്ടത്. ഇനി അങ്ങനൊക്കെയാണെങ്കിലും അയാൾ നിസ്കരിക്കുന്ന മറ്റൊക്കെയുള്ള ആളാണല്ലോ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് പറഞ്ഞൊരു സ്വഹാബിയെ പറ്റി, മദീനയുള്ള സ്വഹാബിനെ പറ്റി, നബിയെ അയാൾ ഇടക്കിടക്ക് മോഷണം നടത്തുന്നുണ്ട്. അപ്പൊ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, മോഷണം നടത്തുന്നുണ്ടോ? എന്നാ കൊണ്ടുവരി. അയാളെ കയ്യാണ് പറ്റിയാണ്. അത് ശരിക്ക് തെളിയണം, അതിന് സാക്ഷികൾ വേണം. ഇത് ആളുകളുടെ ഭാഗത്തുനിന്ന് കിട്ടിയ ന്യൂസ് പോലും വന്ന് പറഞ്ഞ നബി സ്വഹാബിനെ പറ്റി ഇങ്ങനെ വിഷയമുണ്ട്. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ശരിക്ക് കേട്ടോളൂ. തങ്ങളെ ചോദ്യം, അദ്ദേഹം നിസ്കരിക്കുന്ന ആളല്ലയോ? ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, നമ്മൾ വേറെ ഏത് ലെവലിലെ ആൾ മുന്നിലാണെങ്കിലും സമ്മതിക്കൂല. നമ്മളെ എത്ര മോശക്കാരാന്നറിയോ സഹോദരങ്ങളെ? നമ്മളെ മനസ്സെത്ര ചീഞ്ഞ മനസ്സാന്നറിയോ? പിശാചിന്റെ ഖുതുവാത്ത് പ്രവേശനങ്ങളൊക്കെ മനസ്സിൽ കുടിയിരിക്കുന്നുണ്ട്. അയാൾ നിസ്കരിക്കുന്ന ആളല്ലേ? അദ്ദേഹം നിസ്കരിക്കുന്ന ആളല്ലേ? നിസ്കരിക്കുന്ന ആളാണ്. കറക്റ്റ് 5 വക്ത് നിസ്കരിക്കലുണ്ടോ? നിസ്കരിക്കലുണ്ട്. തങ്ങളെ മറുപടി, ഇന്ന സ്വലാത്തഹു സതൻഹാ, അദ്ദേഹത്തിന്റെ നിസ്കാരം ഈ നീചകൃത്യത്തിൽ നിന്ന് അയാളെ തടഞ്ഞു നിർത്തും. നിങ്ങൾ കണ്ടോളൂ. ഞാൻ നിങ്ങൾ ആരും അയാളും ഉണ്ടാൻ പോണ്ട, ടച്ച് ചെയ്യാൻ പോണ്ട, അയാളെ ഒഴിവാക്കിയാളി എന്നല്ല. എത്ര പെട്ടെന്ന് ആ ബഹിഷ്കരണം? അത്ര പെട്ടെന്ന് ബഹിഷ്കരണം വേണ്ട. മനുഷ്യന്മാരിൽ വൈകല്യങ്ങൾ ഉണ്ടാവും, അവരെ നന്നാക്കാനാ ശ്രമിക്കേണ്ടത്. നിസ്കരിക്കുന്നില്ലേ? തങ്ങളെ ചോദ്യം നോക്ക് നിങ്ങൾ. ഈ ചോദ്യം 1-2 വട്ടല്ല, എത്രയോ സംഗതികൾ ചോദിച്ചിട്ടുണ്ട്. നിസ്കരിക്കുന്ന ആളാണോ? അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ ആ ലെവലിൽ ചിന്തിക്ക്. നിസ്കാരൊക്കെ ഉണ്ടോ? ആ നിസ്കാരൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ആളെങ്കിൽ നന്നായിക്കോളൂ. നന്നാവില്ല ഉസ്താദേ, ഇങ്ങനെ സ്വഭാവം അയാളുണ്ട്, നന്നാവില്ല. അതൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കൂല. കാരണം അള്ളാഹു തആല പ്രൈവറ്റ് സെക്രട്ടറി നമ്മളല്ലേ, പുറത്തു കൊടുക്കൂല. നമ്മളല്ലേ തീരുമാനിക്കണം. കുറഞ്ഞ ദിവസം കഴിഞ്ഞപ്പോ സഹാബത്ത് വന്നു, 2ാമത്തെ റിസൾട്ടുമായിട്ട്, നബിയെ ഇപ്പൊ ആള് നന്നായിട്ടുണ്ട്, ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ തങ്ങളെ ചോദ്യം, അലം അഖുല്ലകും, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന സ്വലാത്തഹു സതൻഹാ, അദ്ദേഹത്തിന്റെ നിസ്കാരം ഈ നീചകൃത്യത്തിൽ നിന്ന് അയാളെ തടയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതാണ് അതിന്റെ ശരി. അതുകൊണ്ടാണ് പിശാചിന്റെ ഖുതുവാത്തിൽ ചേരരുത്. നിങ്ങൾ നോക്ക്, ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി അങ്ങനത്തെ ഒരു വിഷയം പറഞ്ഞപ്പോ ബദരീങ്ങളിൽപ്പെട്ട ആളുകൾ അതിൽ കുടുങ്ങി. അവർക്ക് പിന്നെ മഗ്ഫിറത്ത് കിട്ടി. ഞാൻ പറഞ്ഞു വന്നത്, നാട്ടിൽ ഇത്തരത്തിൽ വിഷയം വന്നാൽ കുടുങ്ങാൻ കുറെ ആൾക്കാരുണ്ടാവും. സലാമത്തോടെ നടക്കുന്ന ആൾക്കാർ കുറവേ ഉണ്ടാവും. മിക്ക പേരും കുടുങ്ങിയവരായിരിക്കും, അല്ലാത്തവർ കുറവായിരിക്കും. ഒരു ആലിമിനെ പറ്റി വന്നവരെ നമ്മുടെ മുഖം അങ്ങനെ ആയിരിക്കും. എന്തോ ഒരു നിലക്ക് പെട്ടുപോയതായിരിക്കട്ടോ ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ പെടാൻ പാടില്ല, എങ്ങനെ കുടുങ്ങാൻ പാടില്ല. നീ നല്ല ഉഷാറുള്ള ആളാണല്ലോ, നിങ്ങളൊക്കെ ആൾക്കാരെ നന്നാക്കാൻ പറ്റും, നിങ്ങളൊക്കെ വലിയ വിലായത്തുള്ള ആൾക്കാരാണല്ലോ, ഇങ്ങനെ ആൾ കുടുങ്ങല്, അയാൾ കുടുങ്ങിയായിരിക്കട്ടോ, അയാളൊന്ന് രക്ഷപ്പെടുത്തട്ടെ എന്ന ഒരു ദുആ, അയാളൊന്ന് രക്ഷിക്കാനും അയാളൊന്ന് മോചനത്തിന്റെ വഴി തുറക്കാനും നമ്മുടെ അടുത്ത് വരില്ല. നമ്മൾ ഈ വഴിക്കാണ് പറയാം. എങ്ങനെ ഉസ്താദ് അയാൾ കുടുങ്ങല്? അങ്ങനെ കുടുങ്ങാൻ പാടില്ല. എന്തോ ഒരു പിശാചിന്റെ ഇതിൽ പെട്ടുപോയതായിരിക്കും. അയാൾക്കല്ല പുറത്തു കൊടുക്കട്ടെ, നന്നാക്കട്ടെ. അയാൾ നന്നായി കാണല്ലേ നമ്മളെ ആഗ്രഹം. ഇങ്ങനെ നമ്മുടെ ഭാഷ വേണ്ടത്. ലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, പിശാചിന്റെ പാതകളോട് നിങ്ങൾ പിൻപറ്റരുത്. പിശാചിന്റെ വഴികൾ, അവന്റെ പ്രവേശന വഴികൾ, അതിൽ നിന്ന് സൂക്ഷിക്കാനാണ് അല്ലാഹു തആല നമ്മളോട് പറയുന്നത്. ഏതാണ്? കുല്ലു മാസിയത്തിൻ ഫഹിയ മിൻ ഖുതുവാതി ശൈത്താൻ. ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നു, കുറ്റകരമായി വരുന്ന മുഴുവൻ വിഷയങ്ങളും പിശാചിന്റെ പാതയങ്ങളാണ്. അഥവാ അന്നുദൂറു ഫിൽ മാസിയത്തിൽ എണ്ണി പറഞ്ഞതാണ് കുറ്റങ്ങളിലുള്ള നേർച്ച. എന്താ കുറ്റങ്ങൾ നേർച്ച? ഒരു ദേഷ്യം പിടിച്ചിട്ട് ഒരാളോട് ഇനി മേലാൽ ആളും മിണ്ടൂല, ഞാൻ സത്യം ചെയ്തു പറഞ്ഞു, ഇത് ഖുതുവാതി ശൈത്താൻ. ഒരു അപജയം സംഭവിച്ചതിന്റെ പേരിൽ ഒരാളോട് നമ്മളെ മൈൻഡ് ഇനി ഒരിക്കലും ഒരു കാലത്തും ഖിയാമത്ത് നാൾ എത്ര ആള് നന്നായി പുതുപുത്തനായി വന്നാലും അയാളോട് മിണ്ടാൻ ഞാനില്ല, ഞാൻ അയാളോട് മിണ്ടാതിരിക്കാൻ വേണ്ടി നേർച്ചയാക്കി.
അപ്പൊ അന്നദൂറു ഫിൽ മആസി, കുറ്റകൃത്യങ്ങളിൽ നേർച്ചയാക്കൽ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഇബ്നു മസ്ഊദങ്ങളെ, ഞാൻ ഭക്ഷണം കഴിക്കൽ ഹറാമാക്കിയെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കൽ അല്ലാഹ് ഹലാലാക്കിയതല്ലേ, ഞാനത് ഹറാമാക്കി എന്ന് പറഞ്ഞപ്പോ മഹാനവർകൾ പറഞ്ഞു, ഹാദാ മിൻ നസാഅത്തി ശൈത്താൻ, ഇത് പിശാചിന്റെ താല്പര്യങ്ങളിൽപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് കഫിർ അൻ യമീനിക്, ആ സത്യത്തിൽ നിന്ന് കഫാറത്ത് കൊടുത്ത് വകുൽ, നീ പോയി ഭക്ഷിക്കുന്നു പറഞ്ഞു. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ മകനെ അറക്കാൻ വേണ്ടി നേർച്ചയാക്കിയത്. മകൻ കുസ്തിക്കേട് കാണിച്ചിട്ട് മകനെ അറക്കാൻ വേണ്ടി നേർച്ചയാക്കിയിരുന്നു. നാ വേണ്ട അർത്ഥം മറുപടി അല്ലല്ല, ഹാദാ മിൻ നസാഅത്തി ശൈത്താൻ, ഇത് പിശാചിന്റെ സ്വാധീനങ്ങളിൽ അവന്റെ വഴികളിൽ പെട്ടതാണ്. അതുകൊണ്ട് ആ സത്യത്തിന് പകരം, നിങ്ങൾ ആ പറഞ്ഞ വിഷയത്തിന് പകരം ഒരാടിനെ ബലിയർത്തിട്ട് അതെല്ലാവർക്കും വിതരണം ചെയ്തു. ആ പറഞ്ഞ വാക്കിൽ നിന്ന് മാറും. ഇങ്ങനെ ഭാര്യനെ തൊലാക്കല്ലാൻ, മക്കളെ അടിക്കാൻ, ഇങ്ങനെ പലതും നേർച്ചയാക്കിയ ആൾക്കാരുണ്ട്. അവരോടൊക്കെ മാറാൻ വേണ്ടി പറഞ്ഞു, ആ വിഷയത്തിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി പറഞ്ഞു. പിശാചിന്റെ പാതയങ്ങളോട് നിങ്ങൾ പിന്തുടരുത്, അത് ധാരാളമുണ്ട്. അന്ന ഖുതുവാത്തി ശൈത്താൻ കസീറ, ധാരാളമുണ്ട്. അനാവശ്യമായി കൽപ്പിക്കുന്നതൊക്കെ അതിൽപ്പെട്ടതാണ്. മിൻ ജുംലതിഹി, അതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അൽ ഖദ്ഫു, ആരോപണം പറയൽ, വ്യഭിചാരോപണം പറയൽ, വശത്തുമു, ചീത്ത പറയൽ, വൽകദിബു, കള്ളം പറയൽ, വതഫ്തീഷു ഉയൂബിന്നാസ്, തഫ്തീഷു ഉയൂബിന്നാസ്, ജനങ്ങളുടെ വൈകല്യങ്ങൾ ചിക്കിച്ചികഞ്ഞ് അന്വേഷിക്കൽ, ആൾക്കാരെ കുറ്റും കുറവും പരിശോധിക്കുക. മുഫത്തിശീങ്ങളാകാം നമ്മൾ. തഫ്തീഷ് എന്നാണല്ലോ ഇതിൽ കിതാബിൽ ഇബാറത്ത് വന്നത്. മുഫത്തിഷ് സാധാരണ വല്ല കുട്ടികളെ പഠന പുരോഗതിയും മറ്റും പരിശോധിച്ചിട്ട് എത്ര പഠിച്ചിട്ടുണ്ട്, ആ കുട്ടികൾ ഉഷാറാണ്, കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഉണ്ട്, കൂടി സ്ഥാപനം ശ്രദ്ധിക്കണം, ഇത് പറയാനാണ് മുഫത്തിഷ്മാർ വരിക. ഒരു ഖിറാത്ത് നോക്കും, പിന്നെ അഖലാഖും ദീനിയാത്തും മറ്റൊക്കെ നോക്കിയിട്ട് ഒന്ന് ഓരോ രണ്ട് ചോദ്യമൊക്കെ ചോദിക്കും. നിസ്കരിക്കുന്ന കുട്ടികളോടും നിസ്കരിക്കാത്ത കുട്ടികളൊക്കെ ഒന്ന് ഉപദേശമൊക്കെ ചെയ്യും. ആ മുഫത്തിശീങ്ങൾ ഇങ്ങനെ വരുമല്ലോ. ഇത് നമ്മളെ തഫ്തീഷ് എന്താ അറിയാം, ഉയൂബുന്നാസ്, ജനങ്ങളുടെ അഴിവുകൾ അത് പരിശോധിക്കും. എന്നിട്ടോ അതിലൊരു സുഖം, അതിൽ ആൾക്കാർക്ക് എന്താ സുഖം, ഒരു നാലാൾക്കാർ അഴിവ് അറിഞ്ഞാല് പിന്നെ അതിന്റെ പിന്നാലെ അന്വേഷിക്കാൻ ഓരോ രാവിലെയും വൈകുന്നേരം അങ്ങനെ പിടിയൊന്ന ഒരു ചായ, ഒരു കടി, പിന്നെന്തായി മറ്റേ ഇങ്ങനെ തങ്ങളാപ്പ വരി വൈമാറി കൊടുക്കും. അപ്പോ ജനങ്ങളുടെ അയ്ബുകൾ പരിശോധിക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, നമ്മളെ അയ്ബ് മറ്റൊരാൾ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടാകില്ലെങ്കിൽ നമ്മൾ നല്ല ആളാ. ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഭരണം ഏറ്റെടുത്ത് രണ്ടാമത്തെ പ്രസംഗം, ഓരോ പ്രസംഗങ്ങൾ വേറെ തന്നെ പറഞ്ഞു. രണ്ടാമത്തെ പ്രസംഗത്തിൽ മഹാനവറുകൾ പറഞ്ഞു, അർഫഉന്നാസി അഹബ്ബുന്നാസി ഇലയ്യ, ജനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവര് എന്റെ അയ്ബുകളൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് രണ്ടാളെ ചുമതലപ്പെടുത്തി, എന്റെ വല്ല കുറവുണ്ടെങ്കിൽ, എന്റെ ഭരണത്തിലോ വ്യക്തി ജീവിതത്തിലോ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇവരോട് പറയണം, ഓര് എന്നോട് പറഞ്ഞോളൂ. നിങ്ങൾ എല്ലാവരും പറയണം, നിങ്ങൾ ഈ രണ്ടാൾക്കാരോട് പറഞ്ഞു. രണ്ടാൾക്കാർ നിശ്ചയിച്ചു. കുറവ് നോക്കാൻ ഖലീഫ നിശ്ചയിക്കാം. ഇസ്ലാമിക ലോകത്തെ ഖലീഫയുടെ ഒരു പരിപാടിയാണത്. അങ്ങനെ അടുത്ത സംഗമത്തിൽ ചോദിച്ചു, വല്ല കുറവും നിങ്ങൾ കണ്ടോ? ജനങ്ങളോട് ചോദിക്കാണ് സഹോദരങ്ങളെ, ആ തെളിഞ്ഞ മനസ്സ് എത്ര വലിയ മനസ്സാണ്. ഞാൻ നിങ്ങളോട് എന്റെ അയ്ബ് വിലയിരുത്താൻ വേണ്ടി പറഞ്ഞില്ലേ, വല്ല കുറവും നിങ്ങൾ കണ്ടോ? നമ്മളോട് ഒരാൾ കുറവ് വേണ്ടി പറഞ്ഞാൽ നമ്മളെ കണ്ണും മൂക്കും ഒക്കെ കൂടി ഇങ്ങോട്ട് അനാരതി ഏൽപ്പിച്ച് ഇതിന്റെ കുറവ് കുറച്ച് ഒന്ന് പോടാന്ന് പറയുമ്പോ മാറുന്ന ആളാണെങ്കിൽ പിന്നെ ഭാഷ എങ്ങനെ, ഓ ഇത് വലിയൊരാൾ, ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങളെപ്പോലത്തെ കുറെ ആൾക്കാരുണ്ട്. നമ്മളോട് ഒരാൾ വന്ന് ഉപദേശിക്കണം, പരസ്യമായിട്ട് അങ്ങാടി പോയി പറഞ്ഞോന്നല്ല. പിന്നെ ഇങ്ങനെ ഒരു വിഷയം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നല്ലർക്ക് ഉപദേശിച്ചാൽ, നല്ലർക്ക് നമ്മളോട് സ്നേഹം കൊണ്ട് ഉപദേശിച്ചാൽ. പക്ഷെ ഓരോട് നമ്മളെ നോട്ടെങ്ങനെ ഉണ്ടാകുക, പടച്ചോനെ ആ നോട്ടെങ്ങനെ, ചെറിയ നോട്ടൊന്നല്ല, അതൊരു പേടിപ്പിക്കണ നോട്ട്. നിങ്ങളിപ്പോ എന്റെ നിസ്കാരം, എന്റെ തുണിയൊക്കെ തിരുത്താൻ വന്നിട്ടാണ്. ഇവിടെ 50 നിസ്കരിച്ച ഒരാളുണ്ട്, മൂപ്പര് പിന്നാലെ മൂപ്പര് പറഞ്ഞിട്ടില്ലല്ലോ, മൂപ്പര് കണ്ടിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതേപോലെ
ഇപ്പൊ ഇതൊന്നും തിരുത്തിയാണ്. അല്ല, നിങ്ങൾ വിഷമം ആക്കണ്ട, ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞാണ്, നിങ്ങളോട് വെറുപ്പില്ല, നിങ്ങളെന്റെ തിരുത്താൻ നിൽക്കണ്ട. അങ്ങനല്ലല്ലോ, ഒരാളുടെ തിരുത്തി തരുമ്പോ നമ്മൾ തിരുത്തണ്ട്. പിന്നോട് ഒരാൾ വന്നിട്ട് ചെറിയ കുട്ടി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ തിരുത്തണം, നമ്മൾ മാറ്റണം. മാറ്റാൻ അല്ലാഹു തആല നമുക്കൊക്കെ മനസ്സ് തരട്ടെ, അതല്ലേ വലിയ മനസ്സ് വേണ്ടേ. അയ്ബുകൾ മാറ്റാൻ ഒരാൾ പറഞ്ഞെന്നാൽ സ്വീകരിക്കണം. എന്താ അതിൽ കുറവ്? ആളുകൾ വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ പറയല്ലോ, ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യും. പ്രസംഗങ്ങളിൽ വന്ന ഖത്തുകളൊക്കെ ചിലപ്പോൾ ഉസ്താദുമാർ ഉണർത്തിത്തരും. അൽഹംദുലില്ലാഹ്, അവർക്ക് ബർക്കത്തിന് ദുആർന്ന് കൊടുക്കണം, അത് വലിയ സന്തോഷമാണ്. ചിലപ്പോ എന്തെങ്കിലും ഹദീസുകളോ മറ്റോ നമ്മൾ ഉദ്ധരിക്കുമ്പോ അവിടെ ഒരു ഭാഗം കൂടി ചേർത്തി പറയണമെന്ന് അവർ പറയുമ്പോൾ ഒരു ഇൽമൂടി ഏറെ കിട്ടിയില്ലേ. ഓനാരാത് പറയാൻ ചിന്തിച്ചാലോ, പിന്നെ നമ്മളോട് ആരോ പറയും. നിങ്ങൾ പറഞ്ഞ ഹദീസിന്റെ വേറെ ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ ഒന്നുകൂടി ഉണ്ട്, അതോടും ചേർത്തി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി മെച്ചുണ്ടാവും. അപ്പോൾ മനസ്സിലാവും, ഓൻ വലിയൊരു ഹദീസ് ഉപദേശിക്കാൻ വന്നാണ്, നമുക്കൊരു ഇൽമു പറഞ്ഞതല്ലേ, ഒരു കാര്യം പറഞ്ഞതല്ലേ, കേൾക്കണല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹ് നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്ബൊന്നും കിട്ടിയില്ല നിങ്ങൾക്ക്? ഞാൻ ബോധപൂർവ്വം ഏൽപ്പിച്ചത്, ഇഷ്ടണ്ടായിട്ട് ഏൽപ്പിച്ചതാണ്. അങ്ങനെ ആരെങ്കിലും പറയോ സഹോദരങ്ങളെ? അഹബ്ബുന്നാസി ഇലയ്യ അർഫഉഹും ഇലയ്യ ഉയൂബി, എന്റെ പോരായ്മകൾ എനിക്ക് ഉയർത്തി തരുന്ന ആളാണ് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. ജനങ്ങളിൽ, നിങ്ങളെ കൂട്ടത്തിൽ ജനങ്ങളിൽ ഭരണീയരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്, എന്റെ കുറവുകൾ എനിക്ക് പറഞ്ഞു തരുന്ന ആളാണ്. അപ്പൊ രണ്ടാമത്തെ സംഗമത്തിൽ രണ്ടാൾക്കാർ പറഞ്ഞു, ഒരു കുറവ് കണ്ടിട്ടില്ല ഖലീഫയിൽ നിന്ന്, ഒരു കുറവ് എന്താന്ന് വെച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ 2 കൂട്ടാൻ ഉപയോഗിക്കുന്നുണ്ട്, കുറവാണ്. നമുക്ക് 3 അല്ലാതെ കഞ്ഞുടിച്ചാൽ കഴിയോ? 2 കൂട്ടാൻ. ഉമർ റളിയല്ലാഹു അൻഹു അന്ന് മുതൽ കൂട്ടാൻ ഒന്നാക്കി ചുരുക്കി. പലരും പറഞ്ഞു, ഉമർ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതല്ല, അത് കുറവായിട്ടും ആൾക്കാർ കണ്ടില്ലേ എന്നാ മഹാനവറുകൾ ചോദിക്കുന്നത്. പിന്നീട് ഒറ്റ കൂട്ടാൻ. നമുക്ക് എത്ര കൂട്ടാനാ? നമുക്ക് ഉപ്പേരും പപ്പടവും കൂട്ടാനാ, പപ്പടവും, പിന്നെ അതിന്റെ അപ്പുറത്ത് ചാറും, പിന്നെ അച്ചാറ് വേറെ, പിന്നെ തൈര് വേറെ. നമ്മളത് കൂട്ടുമ്പോ തന്നെ ചെറിയ ഒന്നിനെ തന്നെ 3 ഉണ്ടാവും. ഇത് സൽക്കാരല്ലേ പറഞ്ഞ, സാധാരണത്താ പറഞ്ഞ. ഇത് ഹലാലല്ല, ഹലാലാണ്. 3, 4 ഉണ്ടായാൽ അവനവന്റെ കൈവനുസരിച്ചുണ്ടാവും, ഹലാലാണ്, കുഴപ്പമൊന്നുമില്ലേ. ഇനിയിപ്പോ കൂടി പറയാം, അതൊക്കെ ഹലാലാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ട കാഴ്ചപ്പാടെന്താന്ന് പറയും, അങ്ങനെ അയ്ബായിട്ട് വെറുതെ പറഞ്ഞതാ, അയ്ബായിട്ട് ആൾക്കാർ മനസ്സിലാക്കി പറഞ്ഞില്ലേ എന്നാ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്. പിന്നീട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റെക്കമെൻഡ് ചെയ്തു, നിങ്ങൾ അങ്ങനെ പറയില്ലേ ഉമർ തങ്ങളെ, അത് അല്ലാഹ് ഹലാലാക്കിയതല്ല, നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഒരു പക്ഷെ ആൾക്കാർ ആ മാർഗം സ്വീകരിച്ചാലോ, അവരിത്തിബാണ് ആൾക്കാർ സ്വീകരിക്കാം. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ 2, 3 കൂട്ടാനൊക്കെ ഉപയോഗിച്ചോളി സൗകര്യം പോലെ, ഞാനിപ്പോ അത് 1 ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഇത്ര പോലും കറക്റ്റാണ്. ആളുകൾ പറഞ്ഞ ഐബ് സ്വീകരിക്കാനുള്ള മനസ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. അതൊരു ഐബാണോ? ഐബല്ല. വലാ ഐബ ഫീഹിം ഗൈറ അന്നാസു യൂഫഹും. മഹാന്മാര് പറഞ്ഞില്ലേ, ഓൽക്കൊരു പോരായ്മയില്ല. ഓലെ വാളുകളൊക്കെ ശത്രുക്കളോട് ഏറ്റുമുട്ടിയിട്ട് വാളുകളൊക്കെ ഒടിഞ്ഞു പോയി എന്നുള്ളത്, അത് പോരായ്മ. ആ യുദ്ധം ചെയ്തിട്ട് വാള് പൊട്ടിപ്പോയി എന്നുള്ളതാണ്, അതൊരു പോരായ്മല്ല എന്ന് സാധാരണ കിതാബിലൊക്കെ ഷായർ ബൈത്ത് പറയലുണ്ട്. ഓർക്കൊരു പോരായ്മയില്ല, ഓല് യുദ്ധം ചെയ്യാൻ പോയപ്പോ വാളൊക്കെ പൊട്ടിപ്പോയത് പോരായ്മല്ല, ഓലെ ധീരതന്റെ ഊക്ക, ഓലെ അത്രയും ഖിദ്മത്ത് ചെയ്തിട്ടുണ്ടെന്നാ. ഇതേപോലെ ഇതൊരു പോരായ്മല്ല, പക്ഷെ പോരായ്മയായിട്ട് ആളുകൾ പറഞ്ഞില്ലേ എന്നുള്ളവർക്ക് സ്വീകരിച്ചു പോയി. അപ്പൊ ജനങ്ങളെ അയ്ബുകൾ പരിശോധിക്കുക, അതും പിശാചിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കസുറത്ത് ഖിയാനതൻ, ചതി അധികരിച്ചിരിക്കുന്നു, അൻ തുഹദ്ദിസ അഖാക ഹദീസൻ, നിന്റെ സുഹൃത്തിനോട് നീ ഒരു സംസാരം സംസാരിക്കുക, ഹുവ ലക ബിഹി മുസദ്ദിഖുൻ, അവൻ നിന്നെ അംഗീകരിക്കുന്ന ആളാണ്, വഅൻത ലഹു കാദിബുൻ, നീ അവനോട് പറയുന്ന കളവാണ്. നിന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്, നിന്നെ അംഗീകരിക്കുന്ന ഒരാളാണ്, നിന്നെ സത്യസന്ധമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്, നീ അവനോട് സംസാരിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് പറയുന്നത് കളവാണ്, അവൻ നിന്നെ അത്രയും വിശ്വസിച്ച് നീ പറയുന്ന കാര്യമില്ലേ, നീ ഒരു മുത്തഖിയാണെന്ന് ഉൾക്കൊള്ളുന്ന ആളാണ്, ഇത് പെരുഞ്ചതിയാണ്. കാരണം നിന്നെ സ്വീകരിക്കുന്ന ആളോട് നീ പറഞ്ഞു കൊടുക്കുന്നത് കളവാണ്. അപ്പൊ നീ അവനോട് കള്ളം പറയുന്നവനാണ്, അവനാണെങ്കിലോ നിന്നെ നേർക്കുനേരെ വാസ്തവമാക്കുന്ന ആളാണ്. ഇത് ചെറിയ ചതിയല്ല, ഇത് പെരുഞ്ചതിയാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ. പിന്നെ അവിടെ പറഞ്ഞു, ഒരാള് മാസിയത്തിലൊന്നുമില്ലാതെ നല്ല സമ്പത്ത് സമ്പാദിച്ചു, പക്ഷേ ആ സമ്പത്ത് ചെലവഴിക്കുന്ന ഭാഗം മാസിയത്തിലായി പോയി, അത് മോശമാണ്.
ഹലാലായ നിലക്ക് സ്വത്ത് സമ്പാദിച്ച് അത് ഇപ്പുറത്തുകൂടെ പോകുന്ന മാർഗം മാസ്യത്തിലായി കുറ്റകൃത്യത്തിലായി പോയി, അത് മോശമാണ്. അതും പിശാചിന്റെ ചാബല്യങ്ങളിൽ പെട്ടതാണ്. നല്ലതിൽ നേർച്ചയാക്കാന്ന് പറഞ്ഞത് നല്ലതാണ്, അതിന് കുഴപ്പമില്ല, അത് നല്ല സ്വഭാവമാണ്, നല്ല വിഷയമാണ്. അപ്പൊ മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന ഈ വിഷയത്തിൽ പിശാചിന്റെ പാതകളോട് പിൻപറ്റരുത്, അവൻ വസ്വാസ് ഉണ്ടാക്കുന്ന മാർഗങ്ങളിൽ കുടുങ്ങരുത്. ലാ തത്തബിയു ഖുതുവാത്തി ശൈത്താൻ, പിശാചിന്റെ പാതയങ്ങൾ ധാരാളമുണ്ട്. അതിൽ 10 എണ്ണി പറഞ്ഞപ്പോ ആ 10 ചികിത്സയും പറഞ്ഞു മഹാന്മാര്. ഒന്നാണ് അൽ ഹിർസു, അത്യാഗ്രഹം, അലച്ച അത്യാഗ്രഹം. നമുക്ക് ആവശ്യമില്ലാത്തതിന് നമ്മൾ ആഗ്രഹിക്കുക, എന്നിട്ട് അതിന് കഠിനാധ്വാനം ചെയ്യും. അതിനു വേണ്ടിയുള്ള നീക്കുപോക്കങ്ങളും പോകേണ്ടിടത്തൊക്കെ പോകുക. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും, വേഗം മനസ്സിലാവും. നാടൻ ഉദാഹരണം പറഞ്ഞു വേഗം മനസ്സിലാവും. ഉദാഹരണമായിട്ട് വരുമാനം, വാർഷിക വരുമാനം ഒരു 10,000 താഴെയുള്ള ഒരാൾക്ക്, ശരിക്കും കേട്ടോളൂ കേട്ടോ, നല്ലോണം കാത് കുറിപ്പിച്ച് കേട്ടോളൂ. വാർഷിക വരുമാനം 10,000 താഴെയുള്ള ഒരാൾക്ക്, വർഷത്തിലുള്ള വരുമാനം എത്ര? 10,000 താഴെയുള്ള ഒരാൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ, ഏതോ സർക്കാരിന്റെ കുട്ടികളെ ഒരു പഞ്ചായത്തിനൊക്കെ വകുപ്പില് അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഒരു തുക, അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് നിശ്ചയിച്ചു. നമ്മളെ കൂട്ടത്തിൽ അലച്ചക്കുതിയന്മാര് മുഴുവൻ എന്തു ചെയ്യും? ഉള്ള വരുമാനം എത്രയെന്നുള്ളത് ഒന്നും ലാക്കാക്കാതെ കണക്കാക്കാതെ ഈ 10,000 ചോടായി കിട്ടാൻ എന്ത് വഴിയുണ്ട് എന്ന് അന്വേഷിക്കും. എന്നിട്ട് അതിന്റെ പേപ്പർ മുഴുവൻ ഉണ്ടാക്കും. കിട്ടുന്നത് ഒരു പക്ഷേ 2,500 റുപ്യ ആയിരിക്കും. ഈ ഉണ്ടാക്കാൻ കൊടുത്ത പേപ്പറും ബാക്കിയുള്ളവർക്ക് കൊടുത്തു കൂട്ടി നോക്കുമ്പോൾ ഒരു പക്ഷെ 4,000 റുപ്യ ഉണ്ടാവും. അപ്പൊ വേറെ ആൾ പറഞ്ഞു, സാരല്ല, ഇപ്പൊ 1ാം ഗഡു കിട്ടി, ഇനി അടുത്ത ഗഡു വേറെ കിട്ടും. അപ്പൊ നമ്മൾ അത് അലച്ചും കാത്തു കുത്തിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, മനുഷ്യന്മാരലച്ച. ഇയാൾക്കതിന് യോഗ്യത ഉണ്ടോ? അള്ളാഹുത്താല ആൾക്ക് കൊടുത്തത് ഒരു വർഷത്തിൽ ഒരു 15,000 ആണെങ്കിൽ ഒരു 5,000 ആൾ മറച്ചു വെച്ചില്ല, അല്ല ഒരു 20,000 ആണെങ്കിൽ 10 ആൾ മറച്ചു വെച്ചില്ല. അള്ള കൊടുത്ത നിയമത്തല്ല, എന്തിനാ മറച്ചേക്കേണ്ട ആവശ്യം? പിന്നെ എന്താ മറച്ചു വെക്കാൻ പ്രേരിപ്പിച്ചത്? അൽ ഹിർസു, അലച്ച. അലച്ചുണ്ടായി പോയാൽ ചിലപ്പോൾ മനുഷ്യന്മാരങ്ങനെ പെട്ടുപോകും, പറ്റ തകർന്നു പോകും. മുമ്പ് കാലത്ത് ഒരു രാജാവിന്റെ അടുത്ത് ഒരു വന്നിരുന്ന ഒരു ബധു ഉണ്ട്. ഒരു ബധു രാജാവിന്റെ അടുത്തേക്ക് ഈ ബധു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും. പക്ഷെ ഈ ബധുവിനോട് രാജാവിന് വലിയ ഇഷ്ടമാണ്. കാരണം ഇയാളെ സംസാരം നല്ല സംസാരം, അയാള് പാകത്തിനെ പറയും, പറഞ്ഞത് നല്ല വർത്താനം പറയും. അപ്പൊ ഇടക്കിടക്ക് രാജാവിന്റെ അടുത്തേക്ക് ആള് വരുമ്പോ രാജാവിന് നേരം പോക്കാണ് ഇയാളോട് സംസാരിക്കാൻ. കളവൊന്നും ആൾ പറയില്ല, പാവാണ്, ഒരു പാവ മനുഷ്യൻ, വർത്താനം പറയാൻ നല്ല ഇഷ്ടമാണ് അയാളോട്. അപ്പൊ രാജാവ് എപ്പോ വന്നാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു മന്ത്രി ഉണ്ട്. മന്ത്രിക്ക് തോന്നി ഇയാൾ ഇങ്ങനെ രാജാവിന്റെ അടുത്തേക്ക് വന്നാലേ കുറച്ച് കഴിഞ്ഞ് രാജാവിന് ഇയാളോട് വലിയ ഇഷ്ടം തോന്നിയാൽ നമ്മളെ സ്ഥാനം പോകും. അതുകൊണ്ട് ഇയാളിങ്ങോട്ട് അടുപ്പിക്കാൻ പാടില്ല, ഇയാളെ പതുക്കെ ഇവിടുന്ന് പുറത്താക്കണം. അപ്പൊ ഈ സ്ഥാനത്തിലുള്ള അലച്ചയാണ്, ഈ സ്ഥാനം പോകരുത്, ഇത് പോയാൽ വലിയ പ്രശ്നമെന്നുള്ള അലച്ചയാണ്. അലച്ചയ്ക്ക് വേണ്ടി അയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു പണി ചെയ്തു. ഈ മന്ത്രി പറഞ്ഞു മറ്റാളോട്, ഇതിന്റെ പുരയൊക്കെ ഒരു നാളെ ഉച്ചക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കി തരാം ബധുവിനോട്. ബധു ആദ്യമായിട്ട് ഭക്ഷണം കിട്ടില്ലേ, ബധു പോയി. പാവപ്പെട്ട മനുഷ്യനല്ലേ, അയാള് സൽക്കാരത്തിലൊക്കെ പങ്കെടുത്തു. ഇയാൾ എന്ത് ചെയ്തു? ഉണ്ടാക്കിയ ഭക്ഷണത്തിന് മുഴുവനും പച്ച ഉള്ളി അരിഞ്ഞിട്ട് തീറ്റിച്ച് മറ്റാളെ കൊണ്ടു. വെറൈറ്റി ഫുഡാണ്. അങ്ങനെ തിന്ന ശേഷം അയാൾ പറഞ്ഞു, നിങ്ങൾ ഇന്ന് രാജാവിനെ കണ്ടു വെച്ചില്ല, ഇന്ന് രാജാവിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ട്. സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അന്തേ രാജാവിന് ഈ ഉള്ളിന്റെ വാസന അങ്ങനെ പറ്റില്ല, അതുകൊണ്ടൊന്ന് അങ്ങനെ ഒന്ന് തൊള്ള പൊത്തിയിട്ട് സംസാരിച്ചാൽ മതി. കാരണം നിങ്ങളോട് രാജാവിന് ഇടങ്ങേറ് വേണ്ടാന്ന് എഴുതിയിട്ട്, നിങ്ങൾ അത്രയും വലിയ അടുപ്പുള്ള ആളല്ലേ. ആ ശരി, അങ്ങനെ ചെയ്യാം. രാജാവിന്റെ അടുത്തേക്ക് ഇയാൾ പോണതിന്റെ മുമ്പ് മറ്റേ ആൾ ഒരു എഴുത്ത് കൊടുത്തയച്ചു രാജാവിന്റെ അടുത്ത്. നിങ്ങളെ എത്തി വരുന്ന ആ ബധുല്ലേ, അയാൾ നിങ്ങളെ എത്തി വന്നിട്ട് നല്ല സഹവാസം ഉണ്ടെങ്കിലും നിങ്ങളോട് അയാൾക്ക് ഭയങ്കര വെറുപ്പാണ്. അതെന്തേ വെറുപ്പ്? അയാൾ നിങ്ങളോട് ഇങ്ങനെ വരുമ്പോ നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച നോക്കിയാൽ അറിയാം, ചിലപ്പോഴൊക്കെ സംസാരിക്കുമ്പോ അയാൾ ഇങ്ങനെ നിങ്ങളെ പിന്നെ തൊള്ള മണക്കുണ്ടെന്നുള്ള അയാൾ ഇങ്ങനെ മുഖം പൊത്തിയിട്ടേക്കും മൂക്ക് പൊത്തിയിട്ടേക്കും സംസാരിക്കുക. അതുകൊണ്ട് അയാളങ്ങോട്ട് അടുപ്പിക്കരുത് എന്നുള്ള നിലയ്ക്ക് ഈ ഒരു അടയാളം പറഞ്ഞിട്ട് മന്ത്രി ഒരു കത്ത് കൊടുത്തയച്ചു. അന്ന് ഈ സാധു വന്ന് സംസാരിച്ചപ്പോ മറ്റേ ചങ്ങായി ഈ ഉള്ളിന്റെ മണം കിട്ടണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഇയാൾ ഇങ്ങനെ മുഖം പൊത്തി രാജാവിനോട് സംസാരിച്ചു. അപ്പൊ രാജാവ് അയാളുടെ കയ്യിൽ ഒരു എഴുത്ത്
കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മറ്റേ രാജ്യത്തുള്ള ഗവർണർക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞല്ലേ, ഈ ബദു കേട്ട് ഇങ്ങനെ പോവാണ്. നടന്നിങ്ങനെ പോകുമ്പോ മറ്റേ മന്ത്രി പൊരേന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചു വരണം. ഈ എടുക്കാന്ന് വെച്ചു. രാജാവിന്റെ അടുത്ത് ഒരു കത്ത് തന്നിട്ടുണ്ട്, ഗവർണർക്ക് കൊണ്ടു കൊടുക്കാനാണ്. അവൻ മറ്റും വിചാരിച്ചു, ഇയാൾക്കെന്തോ ഉയർന്ന സ്ഥാനം കിട്ടാനായിട്ടായിരിക്കും ഈ കത്ത് കൊടുത്തേക്കണത്. അലച്ചന്റെ ഊക്ക് നോക്കണം. അപ്പൊ ആ കത്തും കണ്ട ഞാൻ കൊണ്ടു കൊടുക്കണം. അല്ല, എന്നോടാണ് രാജാവ് പറഞ്ഞത്. അല്ലല്ല, ഞാൻ കൊണ്ടു കൊടുത്തോളാം, ആ കത്തും കൊണ്ടാ ഞാൻ കൊണ്ടു കൊടുത്തോളാം, ഈ പോയിക്കോന്നോ. അയാളെ ഒരു 10 ദിർഹം കൊടുത്ത് അയാൾ വിട്ടു. ഈ കത്ത് ഒരു ചെന്ന് ഗവർണർക്ക് കത്ത് കൊടുത്തപ്പോ ഗവർണർ പറഞ്ഞു, ഒന്ന് അങ്ങോട്ട് ഇരിക്കുക, ഈ കത്തിൽ ചില നടപടികളൊക്കെ. കുറച്ച് കഴിഞ്ഞ് അയാൾ ഡ്രസ്സൊക്കെ അയച്ചിട്ട് മറ്റേ റൂമൊക്കെ ആക്കി. ഇയാൾ ഞാൻ മന്ത്രിയാണ്. അല്ല, രാജാവ് ഇതിൽ പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ പറ്റില്ല. അയാളെ തല വെട്ടിയും ശരിയാക്കി. വാളെടുത്തപ്പോ ഇയാളെ വെച്ച്, നിന്നെന്തിനെ വിട്ടു, ഞാൻ മന്ത്രിയാണ്. രാജാവ് കത്തിൽ പറഞ്ഞ കത്തുമായിട്ട് വരുന്ന ആളെ വെട്ടാനാ പറഞ്ഞു. ഇപ്പൊ കത്തേറ്റ് നിങ്ങളല്ലേ വന്നത്, നിങ്ങളെ തല വെട്ടുക. വേറെ മാർഗം വേറെ ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യം, രാജാവിന്റെ എഴുത്താണ്, ശീലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞപ്പോ രാജാവ് കുറെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ച്, പഠിച്ചോനെ, ഞാനാ പാവപ്പെട്ട ബധുവിനെ അന്നങ്ങനെ വെട്ടാൻ പറഞ്ഞാൽ ശരിയായിട്ടോ. അയാൾക്ക് അങ്ങനെ പോരായ്മൊന്നും ഇല്ലെങ്കിലോ, എന്നോട് ആരോ പറഞ്ഞെന്ന് തെറ്റായതാണെങ്കിലോ, മന്ത്രി പറഞ്ഞ തെറ്റാണെങ്കിലോ. രാജാവ് ഇങ്ങനെ ചിന്തിച്ച് രാജാവ് പറഞ്ഞു, നമ്മൾ ആ ബധുവിനെ ഇപ്പൊ നിങ്ങൾ ആരെയും കാണല്ലോ ചോദിച്ചപ്പോ ഒരാൾ, ബധു ഇന്നലെ അങ്ങാടിയിലുണ്ടല്ലോ. ബധു അങ്ങാടിയിലോ? നാളെ വിളിച്ചോണ്ടിരുന്നു. അപ്പൊ അത് പതുക്കെ രാജാവ് വിളിച്ചിരുന്നത്, ബധു വന്നു ഇരിക്കാറ്. രാജാവ് കുറെ നേരം ബധുവിനോട് സംസാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് തന്ന കത്ത് എന്താ ചോദിച്ചു. കത്ത് രാജാവേ, മറ്റേ മന്ത്രി ഇയാള് തന്ന പൈസ 10 ദിർഹം തെറ്റ് തന്ന് അയാൾ കൊണ്ടുപോയിക്കൊള്ളാന്ന് കൊണ്ടുപോയി. രാജാവ് സുബ്ഹാനല്ലാഹ്, മന്ത്രിന്റെ തല പോയോ? അല്ലേച്ച് നോക്കുമ്പോ മന്ത്രിന്റെ തല പോയിന്. മന്ത്രിന്റെ ശിക്ഷാ നടപടി നടത്തിന്ന്. അല്ല, അപ്പൊ നിങ്ങള് എന്നോട് വലിയ വെറുപ്പുണ്ടായിട്ടല്ലേ നിങ്ങള് മുഖം പൊത്തി ഇങ്ങനെ സംസാരിക്കരുത്? എന്നോട് ദേഷ്യം ഉണ്ടായിട്ടും എന്നോട് വെറുപ്പുണ്ടായിട്ടല്ലേ? അല്ല രാജാവേ, ഞാൻ അതിന്റെ സംഭവം പറയും. എന്നെ അയാള് വിളിച്ച് നല്ല പച്ച ഉള്ളിയൊക്കെ വെട്ടി വെള്ളുള്ളിയൊക്കെ ഇട്ടിന്റെ പറ്റ, എനിക്ക് ആ ഭക്ഷണം തന്നെ തൃപ്തി ഉണ്ടായില്ല. പിന്നെ ആൾ എന്നോട് കൊണ്ട് തീറ്റിച്ച് ആ മണം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ മുഖം പൊത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ അങ്ങനെ മുഖം പൊത്തിയത്, നിങ്ങളോട് എനിക്കൊരു വെറുപ്പില്ല. എന്നാല് ഞാൻ അടുത്ത മന്ത്രി നിങ്ങളാ. അയാളാ മന്ത്രി പദവിയോട് ഒഴിഞ്ഞു കിടക്കണ്ടല്ലോ, ആ മന്ത്രിസ്ഥാനത്തേക്ക് ഈ സാധുവിനെ നോമിനേഷൻ ചെയ്ത്. നിങ്ങളൊന്ന് നോക്കി, മനുഷ്യന്റെ അലച്ച പോയ പോക്ക് ഇതാണ് ഉണ്ടാകുക. അലച്ചാണ് കൂടിയാ പിന്നെ എങ്ങനെ ഉണ്ടാകുക? അതുകൊണ്ട് ഹിർസു വേണ്ട. ന്യായമായിട്ടുള്ളതിന്റെ പിന്നാലെ എത്രയും കൂടിക്കൂടി അത് അവകാശമാണ്. അത് അള്ളാഹുത്തര തൃപ്തിപ്പെടും. ന്യായമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട, നീതിപരമായിട്ട് കിട്ടേണ്ട പിന്നാലെ എത്രയും കൂടിക്കൂടി അതിന് അർഹമായ കടലാസും അർഹമായ നിലക്കൊക്കെ നടന്നോളി, ദ്വാരന്ന് ചെയ്തോളി, കിട്ടും. അന്യായം അതിന്റെ പിന്നിൽ ഒന്നും കൂടണ്ട. അത് ഈ അലച്ച മോഡൽ ഉണ്ടാകും. ലാസ്റ്റ് എത്തിപ്പെട്ടത് ഉള്ളതൊക്കെ ചെലവാക്കിയിട്ട് ഒന്നും കിട്ടാതൊക്കെ ചെയ്യാം. അതുകൊണ്ടാണ് ഒന്നാമതന്നെ അത് പറഞ്ഞത്, അവ്വലുഹ അൽ ഹിർസു. പിശാചിന്റെ പാതയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വസ്വാസികളിൽ അലച്ച എന്നത്. ഫഖാബിൽഹു ബിത്തൗകീൽ. അലച്ച പറ്റുന്ന വിഷയം കേട്ടോ, അത് ഇൽമു പഠിക്കുന്ന വിഷയമാണ്. അതിൽ എത്ര ഹിർസു പറ്റും? ഇൽമു പഠിക്കുന്ന വിഷയത്തിൽ എത്ര ഹിർസു പറ്റും? അതിന് അളവൊന്നുമില്ല, എത്രയും പറ്റും. ഫഖാബിൽഹു ബിത്തൗകീൽ. നീ ആ ഹിർസിനെ നേരിടേണ്ടത് ബിത്തൗകീൽ, അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ്, വക്കാലത്താക്കിയിട്ട്. വൽ ഖനാഅത്തി, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു. ഈ 2 വിഷയങ്ങളാണ് അതിന്റെ മരുന്ന്. അലച്ച കുറയാനുള്ള മരുന്ന് ഒന്ന് തൗക്കീൽ, വക്കാലത്ത് വേണം. തവക്കുൽ, അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കൽ. അള്ളാഹ് എനിക്ക് വേണ്ടൊക്കെ തരും. രണ്ടാമത് വൽ ഖനാഅത്തി, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള കഴിവ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വലിയ കഴിവതാണ്. ഇദാ കുന്ത ദാ ഖൽബിൻ ഖനൂഇ ഫഅൻത വമാലികുദ് ദുനിയാ സവാഉ. നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളാണെങ്കിൽ നീയും സമ്പന്നനും ഒരുപോലെയാണ്. സമ്പന്നന് എന്താ ഉള്ളതിന്റെ സന്തോഷാണ്, നിനക്കോ ഉള്ളത് മതിയായതിന്റെ സന്തോഷാണ്. രണ്ടും ഒരുപോലെയാണ്, മാറ്റൊന്നുമില്ലല്ലോ. അൽഹംദുലില്ലാഹ്. നീ പറയുന്നു നിന്റെ വീട്ടിലുള്ളത് കഞ്ഞിവെള്ളവും ചമ്മന്തിയാണെങ്കിലും അത് കഴിച്ചിട്ട് നീ പറയുന്നു അൽഹംദുലില്ലാഹ്, മനസ്സിൽ യാതൊരു തകരാറും. മറ്റാളെ വീട്ടിൽ സമൃദ്ധമായ ഇഷ്ടം പോലെയുണ്ട്, അപ്പൊ അയാളും നീയും ഒരുപോലെയായി മാനസികമായ വിഷയത്തിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഖനാഅത്ത് അത് വലിയൊരു സ്ഥാനമാണ്. രണ്ടാമത്തെ അസുഖം അൽ അമലു, നീണ്ട ആഗ്രഹം. നീണ്ട ആഗ്രഹം ദുനിയാവിൽ വേണം, പാകത്തിനുള്ള ആഗ്രഹങ്ങൾ മതി.
നമുക്ക് ഹലാലായി വാജിബായി സുന്നത്തായി ഒരുപാട് താല്പര്യങ്ങളുണ്ട്. അള്ളാഹു പൂർത്തീകരിച്ചിരട്ടെ. പക്ഷെ അതിന് പരിധിയും പരിമിതിയും ഇല്ലാത്തൊരവസ്ഥയിലാകരുത്. അതുകൊണ്ടാണ് ജീവിക്കാൻ ഇനിയും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, കുറെ കാലം ജീവിച്ചിട്ട് എന്താ കിട്ടിയ ദുന്യാവിൽ ഇങ്ങനെ ഇപ്പണ് പോയാലും പോയാൽ അള്ളാഹു തആലനെ കാണാം, എന്നാണ് പോവാ മതി. 200 കൊല്ലം ജീവിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് മലക്കൊന്ന് ചോദിച്ചാണ്, നിങ്ങൾ ജീവിക്കണമെങ്കിൽ ഇനിയും ആയുസ് തരാം, അള്ളാഹു തആല നിങ്ങളെ ഖലീൽ, അള്ളാന്റെ ഖലീലല്ലേ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, ഇനി ജീവിച്ചിട്ട് വല്ല പുതിയത് എന്തെങ്കിലും, ഈ ദുന്യാവിലെ ഈ ജീവിതം എങ്ങനെ പോകും, പോന്നാലോ പോന്നാ ഡയറക്റ്റ് അള്ളാഹു തആലനെ കാണാലോ, അള്ളാഹ് എന്നാ വേഗം പോവാ, തരാറൊന്നും. അപ്പൊ നീണ്ട ആഗ്രഹം അതാണ് അമല്, അത് വേണ്ട. മനുഷ്യന് എത്ര വലുതായാലും നീണ്ട ആഗ്രഹങ്ങൾ അവന് കുറക്കാൻ കഴിയ വലിയ പ്രയാസമാണ്. മനുഷ്യനിങ്ങനെ എത്ര വലുപ്പം കൂടി വന്നാലും ആഗ്രഹങ്ങൾക്ക് വയസ്സ് കൂടൂല, അതിനെപ്പോഴും യൗവനായിരിക്കുന്നല്ലേ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഫക്സിർഹു ബിമുഫാജഅത്തിൽ അജൽ, നീണ്ട ആഗ്രഹത്തെ നീ തകർക്കേണ്ടത് പെട്ടെന്ന് കഴിയുന്ന അവധിയെക്കുറിച്ച് ആലോചിച്ചാൽ. എത്ര ആൾക്കാർ ആയുഷ്കാലം പെട്ടെന്ന് തീരുന്നു. അതാലോചിച്ചുകൊണ്ട് നീണ്ട ആഗ്രഹത്തെ ചുരുക്കിയിട്ട് പരമാവധി ഉള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി എപ്പോഴും നല്ല പ്രാർത്ഥനയും നല്ല പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക. മൂന്നാമത്തത് അത്തമത്തു ബിശഹവാത്തി ദുനിയ, പിശാചിന്റെ പാതകൾ നോക്കി നിങ്ങൾ ദുന്യാവിന്റെ താല്പര്യങ്ങളിൽ അഭിരമിക്കുക. ദുന്യാവിന്റെ സുഖങ്ങൾ എന്തെല്ലാണ്ട്, അങ്ങനെ വേണം ഇങ്ങനെ വേണം മറ്റേ വേണം മറിച്ചേ വേണം, ഒരുപാട് ശഹവാത്ത് ദുന്യുണ്ട്, ഒന്നു രണ്ടോന്നല്ല. അതിൽ മിക്കതും വൃത്തികേടുകളാണ്. അതിൽ താല്പര്യപ്പെടാനുള്ള സന്തോഷം, അഥവാ അനാവശ്യങ്ങളൊക്കെ നല്ല ഇങ്ങനെ പുറത്തേറി ഇങ്ങനെ വരില്ലേ. മറ്റേ ആ പാർക്കിലൊന്ന് പോണം, ഈ പാർക്കിലൊന്ന് പോണം, അവിടെ ഉണ്ട് വേറൊരു സ്ഥലം, അവിടെ ഒന്ന് പോണം. അവിടൊക്കെ പോയാൽ നിനക്ക് എന്താ കിട്ടുക? നിനക്കൊരുപാട് ദോഷങ്ങൾ കിട്ടും. അതുകൊണ്ട് നിന്റെ മനസ്സും നിന്റെ ശരീരവും സംസ്കാരവും ഒക്കെ ദുഷിക്കും. അപ്പൊ പിന്നെ അതിന്റെ പേരെന്താ? അതിന്റെ പേര് ശഹവാത്തു ദുനിയ, ദുനിയാവിന്റെ താല്പര്യങ്ങളാണ്. അതിൽ സുഖിക്കാൻ വേണ്ടി മനസ്സിങ്ങനെ ആഗ്രഹിക്കാന്നുള്ളത് മോശമാണ്. നീ അതിനെ എതിർക്കേണ്ടത് സവാലുൻ നിഅമ, അല്ലാഹു തന്നെ നിഅമത്ത് പെട്ടെന്ന് നീങ്ങിപ്പോകുന്നുള്ള ചിന്ത വേണം. റബ്ബ് തന്ന നിഅമത്താണ് ആരോഗ്യവും ആയുസ്സും, ഇതൊക്കെ അത് പെട്ടെന്ന് നീങ്ങിപ്പോകുന്നുള്ള ആലോചന വേണം. ആ ആലോചിച്ചുകൊണ്ട് ഈ ദുനിയാവിന്റെ ശഹവാത്തുകൾ കുറക്കണം. തൂലുൽ ഹിസാബ്, കൂടുതൽ സുഖം ഇവിടെ ഉപയോഗിച്ചാൽ കൂടുതൽ വിചാരണ ഉണ്ടാവും. കൂടുതൽ സുഖം, പറ്റാത്ത സുഖങ്ങളൊക്കെ എണ്ണി ഉപയോഗിച്ചാൽ കൂടുതൽ വിചാരണ നേരിടേണ്ടി വരും. അതേ സമയത്ത് പാകത്തിലുള്ള സുഖല്ലേ ഒരു മുഅ്മിൻ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ടാണല്ലോ അവന് കൃത്യമായിട്ട് സുബഹിന്റെ മുമ്പേ നിൽക്കുന്നത്. രാവിലെ 6-7 മണി വരെ അവൻ കിടന്നുറങ്ങിയാലും ആരും പരാതി പറയാനൊന്നുമില്ല. പക്ഷേ ആ ഒരു സുഖം എനിക്ക് പറ്റൂല. ഇപ്പൊ നല്ല തണുപ്പുള്ള സമയമാണ്, 7 മണി വരെ ഉറങ്ങിയാൽ ഉറക്കിന് എന്ത് സുഖം ഉണ്ടാകും. പക്ഷെ എനിക്കത് പറ്റൂല. ഞാൻ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പായി അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുമ്പോഴെങ്കിലും എണീക്കേണ്ട ആളാണ്. പൊരേന്ന് നിസ്കരിച്ചിട്ട് റാഹത്തോടെ പിന്നെയും കട്ടൻ ചാടിച്ചെറിഞ്ഞപ്പോ എനിക്കത് പറ്റൂല. പള്ളിയിലേക്ക് ജമാഅത്തിന് പോകണം, കഴിവിന്റെ പരമാവധി പോകാൻ പറ്റിയില്ലെങ്കിൽ ഇവിടുന്നെങ്കിലും ജമാഅത്തായി നിസ്കരിക്കണം. ആ ഒരു താല്പര്യം മുഅ്മിനായ മനുഷ്യനെ കുറെ ശഹവത്തിൽ നിന്ന് മാറ്റാൻ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഉടനെ ഉറങ്ങാത്ത ഇശാന്റെ ഒരു നിസ്കാരം ഉണ്ട് എന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കഴിയാത്തത് കൊണ്ടോ അത് സാഹചര്യം ഇല്ലാത്തതുകൊണ്ടോ അല്ല, അവന് ശഹവത്ത് കുറക്കാനുള്ള അല്ലാഹു തആല കൊടുത്തൊരു മാർഗ്ഗമാണത്, ദുനിയാവിന്റെ ശഹവാത്ത്. എന്താ ഇപ്പൊ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് രണ്ട് വിരിപ്പും പിരിച്ചാണ്ട് ഉറങ്ങിയാൽ എത്ര സുഖം, 7 മണിക്കൂർ സുഖം സുന്ദരായിട്ട്, അല്ലെങ്കിൽ 8 മണിക്കൂറും കിട്ടും. പക്ഷെ അതല്ലല്ലോ മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കുന്നത്. അത് മുഅ്മിനായ മനുഷ്യന് കഴിയൂല അവന്റെ ഈമാൻ അനുസരിച്ച്. അതുകൊണ്ട് അത് നേരിടണം. മറ്റൊന്ന് അൽ ഹസദു, ഹസദ് വലിയൊരു വിഷയമാണ്. ഹസദിനെ നേരിടേണ്ടത് ഫക്സിറുഹു ബിറുയത്തിൽ അദിൽ, നീതിയുടെ കണ്ണുകൊണ്ട് കാണാനുള്ള കാഴ്ചപ്പാട്. എന്റെ കൂടെ പഠിച്ച ഒരാളാ നിങ്ങൾ കൂട്ടിക്കോളൂ. എന്റെ കൂടെ പഠിച്ച ഒരാൾ അല്ലാഹു തആല അയാൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ കൊടുത്തു. ഞാൻ അയാളെ കണ്ടപ്പോ അയാളിപ്പോ ഏത് ലെവലില? അയാൾ ഹൈ ലെവലില. ദുബൈയിൽ പോയപ്പോ നമ്മളെ കൂടെ പഠിച്ച ഒരാളുണ്ട്, അയാൾ ഔക്കാഫിൽ നല്ല ശമ്പളം വാങ്ങലാണ്. നമ്മളവിടെ ആശ്രയിച്ചിട്ട് എന്താ കാര്യം? അൽഹംദുലില്ലാഹ് അയാൾ വിളിച്ചു, നിങ്ങളെവിടെ? ഞാൻ ഓഫീസിലാണ്. എവിടെ ഓഫീസ്? ഔക്കാഫിന്റെ ഏതൊരു വകുപ്പിൽ ഓഫീസ്. അൽഹംദുലില്ലാഹ്, സന്തോഷം, വലിയ റാഹത്ത്. അയാളെ കുടുംബം അതുകൊണ്ട് രക്ഷപ്പെട്ടല്ലോ. നാട്ടില് അയാളൊരു ബാധ്യതയായിട്ട് ഭാരമായി മാറിയില്ല. എത്ര വലിയ സന്തോഷമാണ്. ഓനെങ്ങനെ അവിടെ എത്തി? ഓനെങ്ങനെ എത്താൻ പാടില്ല? അങ്ങനെ കുറെ ചിന്തല്ലേ, അങ്ങനെ കുറെ ഒടിഞ്ഞ ചിന്ത, അതൊക്കെ ഹസദിന്ന് മുളക്കുന്നതാണ്.
മകനാണെങ്കിലും അനുജനാണെങ്കിലും ഒരു പുരോഗതി എത്തിയാൽ ഹംദ് ചൊല്ലി സന്തോഷിക്കാനുള്ള ഖൽബ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഹസദ് കുറക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം അല്ലാഹു കൊടുത്ത നിഅമത്താണെന്നുള്ള കാഴ്ച കാണാൻ കഴിയണം. അതാണ് റുഅയത്തുൽ അദിൽ, നീതിയുടെ കണ്ണുകൊണ്ട് നീ കാണുക എന്ന് പറഞ്ഞത്. തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളും ചിലപ്പോൾ ഉയർച്ചയിലെത്തൂല. എവിടെ വലിയ ഉയർച്ചയിലെത്തും. അയാൾക്ക് അങ്ങനെ ലക്കി കിട്ടിയതായിരിക്കും, അങ്ങനെ ഉണ്ടാവും. ഒരു ഭാഗ്യം അയാൾക്ക് തുണച്ചതായിരിക്കും. അങ്ങനെ ഭാഗ്യം തുണച്ചിട്ട് ആൾ കയറിപ്പോയതായിരിക്കും. മുമ്പ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോയപ്പോ ഇന്റർവ്യൂവിന്റെ മാനേജർ പറഞ്ഞു, അറബി ചോദിക്കുമ്പോ ആദ്യത്തിന് യെസ് എന്ന് പറഞ്ഞാൽ മതി, പിന്നത്തിന് നോ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ രണ്ടാൾ പോയതാ. രണ്ടാൾ ഒരു ഭയങ്കര കൂട്ടരാ. ഒരു ഒരുമിച്ച് തന്നെ ഇവിടെ നടന്നപ്പോ ഒരുമിച്ച് തന്നെ ഗൾഫിൽ പോകണമെന്നുള്ള ഉദ്ദേശിച്ച് പോയതാ. അപ്പൊ അറബി ഒരുത്തിനോട് ചോദിച്ചു, ആദ്യം യെസ്സും പിന്നെ നോ അല്ല പറയണ്ടേ, മറ്റടങ്ങനെ പറഞ്ഞു കൊടുത്ത്. അത്ര അറിയുള്ളൂ. ഇന്താ മുത്തസവ്വജ്, കല്യാണം കഴിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ മറ്റൊന്ന് ആദ്യം യെസ് എന്നല്ലേ പറഞ്ഞില്ലേ, യെസ് എന്നാണ്. അപ്പൊ അറബി അങ്ങനെ ടിക്കറ്റ്, മുത്തസവ്വജിനെ ജോലിക്ക് പറ്റൂല, കല്യാണം കഴിച്ചവൻ ഇപ്പൊ പണിക്ക് പറ്റൂല, മാറി. അപ്പൊ അപ്പുറത്തിരിക്കണോ ചിന്തിച്ചു, ഇവിടെ ടിക്ക് വെട്ടാണ് ഇട്ടത്, ശരി മാർക്കല്ലല്ലോ. അപ്പൊ ഈ ഉത്തരം യെസ് എന്ന് പറഞ്ഞത് ശരിയാത്തോണ്ടായിരിക്കും. അപ്പൊ ഞാൻ പോകുമ്പോ ആദ്യം നോ എന്ന് പറഞ്ഞു നോക്കാൻ നേരത്തെ ഓനോടും ചോദിച്ചു ഈ ചോദ്യം. അപ്പൊ ഓൻ പറഞ്ഞു നോ എന്ന് പറഞ്ഞു. അപ്പൊ ഓനക്ക് ശരി കിട്ടി. അപ്പൊ എന്താ ചെയ്ത്, ഞാൻ നോ എന്ന് പറഞ്ഞു, ഞാൻ യെസ് എന്ന് പറഞ്ഞു. കുടുങ്ങിയല്ലോ, ഇനി ഒരു രക്ഷയില്ല. വിവാഹം രണ്ടാളും ചെയ്തു, രണ്ടാളും ചെയ്തിട്ടില്ല. പക്ഷെ ഉത്തരം പറയാൻ വേണ്ടി പറഞ്ഞ എങ്ങനെ, ഇതാ ഞാൻ പറഞ്ഞു, ഇതൊരു ഭാഗ്യം തുണച്ചതാണ്. മറ്റോൻ എങ്ങനെ കണ്ട് യെസ് പറഞ്ഞപ്പോ ഓന് ശരിയല്ലല്ലോ കിട്ടിയത്, അതുകൊണ്ട് ഞാനൊന്ന് നോ പറഞ്ഞു നോക്കാം, ഒരു പക്ഷേ ശരിയായി കിട്ടിയാലോ. നോ എന്നുള്ളത് ശരിയാണല്ലോ സത്യത്തിൽ ചിന്തിച്ചു നോക്കുമ്പോ. ഇവരിപ്പോ ഇതിന് എന്താണ് ഇപ്പൊ ചോദിക്കണ ചോദ്യത്തിന് മറുപടി ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ്, അർത്ഥം അറിയാത്തതുകൊണ്ടല്ലേ ഇവർ കുടുങ്ങിയത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എത്ര ആൾക്കാർ കുടുങ്ങിപ്പോകും. അങ്ങനെ കുടുങ്ങുന്ന ആൾക്കാരുണ്ട്, രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. അത് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ഭാഗ്യമായിട്ട് കണക്കൂട്ടിയാ പോരെ. പക്ഷെ അവരോട് ഹസദ് വേണം. ഒരാളുണ്ട്, അയാൾ അങ്ങനെ പുരോഗതിപ്പെട്ട് ഇങ്ങനെ വരുമ്പോ എന്താ ഓൻ അങ്ങനെ ആകാൻ, ഓൻക്ക് അല്ലാഹ് അങ്ങനെ കൊടുത്തു, അൽഹംദുലില്ലാഹ്, സന്തോഷം. ഓൻക്ക് അല്ലാഹു തആല അങ്ങനെ ഒരു വികസനം കൊടുത്തു, സന്തോഷം. അതിൽ നമ്മളോട് ഒരാൾ ഒന്ന് ചോദിക്കുമ്പോ ഹസദിന്റെ ലാഞ്ചനയുള്ള വാക്ക് പോലും പറയണ്ട, നീതിപരമായി പറഞ്ഞാൽ മതി. അഞ്ചാമത്തത് അൽ ബലാഉ, പരീക്ഷണമാണ്. സ്വന്തത്തിലും കുടുംബത്തിലും പരീക്ഷണം തരുമ്പോ അതിനെ കാണേണ്ടത് ബിറുയത്തിൽ മിന്ന, ഒരുപാട് കാലത്ത് ഔദാര്യം അല്ലാഹു നമുക്ക് തന്നല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാട് വേണം. ഒരു 40-50 വയസ്സായപ്പോ ഒരു പരീക്ഷണം വന്നു. പരീക്ഷണത്തിൽ തകരാതിരിക്കാനാണ് നമ്മളോട് മഹാന്മാരെ നിർദ്ദേശിക്കുന്നത്. നീ കാണേണ്ടത് ഇത്രയും കാലം അല്ലാഹു തആല തന്ന ഔദാര്യം, ഗുണം, ആഫിയത്ത്, ഇതൊക്കെ നീ വെച്ച് പരിശോധിക്കണം. ഒരുപാട് കാലം അല്ലാഹു തന്നില്ലേ. അപ്പൊ ആ ഒരു കാഴ്ച കാണുമ്പോ ഈ ബലാ നിനക്ക് ചെറുതായി തോന്നും. അതുകൊണ്ട് നിന്റെ മനസ്സിൽ വിഷമം തോന്നൂല, ബുദ്ധിമുട്ടൊന്നും തോന്നൂല, റാഹത്തെ തോന്നുകയുള്ളൂ. ആരോഗ്യം തന്നത് റുഅയത്തിൽ മിന്നത്തി വൽ അവാഫി, രണ്ടും നീ കാണണം. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കണ്ടതുപോലെ മഹാനവറുകളെ കാല് ഓപ്പറേഷൻ ചെയ്തൊരു കാല് മുട്ടിന്റെ തായ് ഭാഗത്ത് നിന്ന് മുറിച്ചു മാറ്റിയപ്പോ മഹാനവറുകൾ പറഞ്ഞു, എത്ര കാലം ഞാൻ ആഫിയത്തോടെ കൊണ്ടിടുന്നു. അതൊരു ആ ഔലിയാക്കളുടെ കാഴ്ചപ്പാടാണത്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു സഹാബിയല്ല, താബിഈങ്ങളിൽ വളരെ പ്രമുഖനായ വ്യക്തിത്വമാണ്. മഹാനവറുകൾ പറഞ്ഞു, കുറെ കാലം ആഫിയത്തോടെ ഞാൻ ആ കാല് കൊണ്ട് നടന്നില്ലേ. ഇപ്പോഴും അല്ലാഹു തആല ഒരു കാലിന്റെ ഒരു ഭാഗം എടുത്തിട്ടുള്ളൂ, മറ്റേ പിന്നെയുണ്ടല്ലോ. അതാണ് അല്ലാഹുവിന്റെ മിന്നത്ത് കാണാനും അല്ലാഹ് തന്ന അനുഗ്രഹം കാണാനും ആഫിയത്ത് കാണാനുള്ള കാഴ്ചപ്പാട്. അപ്പൊ നമ്മളെ കൂട്ടത്തിലെ ചായ അങ്ങനെ കുടിക്കുമ്പോ എന്താ ചായക്ക് മധുരം, അപ്പൊ നമ്മള് കാറ്റഗറി കൂടുതലാ. അത് പ്രശ്നമൊന്നുമില്ല, 10-50 കൊല്ലം നല്ല മധുരട്ട ചായ അല്ലേ, പോരാത്ത് പറ്റാത്തോണ്ട് കുറച്ചുകൂടി നമ്മളെ വകയും കൂടി ഇട്ടിന്ന് നമ്മള്. അപ്പൊ നമ്മളെ വകട്ടെ മധുരമൊക്കെ ഇപ്പൊ ഉപയോഗിക്കേണ്ട മധുരാണ് ശരിക്കും. അത് നേരത്തെ കൂട്ടി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ കുറച്ച് കുറഞ്ഞാണ്. വിഷമമൊന്നും കരുതേണ്ടിയില്ല. കുറെ കാലത്തെ ആഫിയത്തിലേക്ക് ചിന്തിച്ചു നോക്കുമ്പോ ഇപ്പോഴുള്ള ആഫിയത്ത് തന്നെ സന്തോഷമാണ്. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ. ആ ഒരു കാഴ്ചപ്പാട് കാണാൻ കഴിയണം. അടുത്തത് മഹാനവറുകൾ പറഞ്ഞു, ആറാമത്തത് കിബറു, അഹങ്കാരമാണ്. അഹങ്കാരം, കിബർ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യം ഒരാൾ പറഞ്ഞാൽ സ്വീകരിക്കാനുള്ള സന്നദ്ധതല്ല. മറ്റുള്ള ആൾക്കാരെ, വലിയ വലിയ ആൾക്കാരെ, മൂത്ത ആൾക്കാരും ചെറുതായി കാണുന്നൊരു സ്വഭാവം, ഇതല്ലേ കിബർ എന്ന് പറഞ്ഞാൽ.
അതിനെ നീ കുറക്കണം ബിത്തവാദു, ഈ വിനയം കൊണ്ട്. നീ നിന്നെക്കാളും അയാൾക്ക് സ്ഥാനവും മാനവും അള്ളാഹു നൽകിയിട്ടുണ്ടോ, വിനയം പ്രകടിപ്പിക്കുക. ഒന്നും കുറയാൻ വിനയം പ്രകടിപ്പിക്കുക. അതുകല്ലേ നോക്കി നിങ്ങൾ, ഖലീഫമാർക്കൊക്കെ ഉണ്ടായിരുന്ന വിനയങ്ങളിൽ ഏറ്റവും വലിയ വിനയമാണ് യത്തീമുകളോട് വല്ലാത്ത സ്നേഹവും. ചെറിയ യത്തീം കുട്ടി വന്നാൽ അവരോട് വല്ലാത്ത വിനയായിരുന്നു. എന്താ കാരണം? യത്തീമായിട്ടാണല്ലോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നത്. ഒറ്റ കാഴ്ചപ്പാട് അങ്ങനെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്ന യത്തീമായിട്ടല്ലേ. അതുകൊണ്ട് ഏത് യത്തീമിനെയും പരിഗണിക്കണം എന്ന് വലിയ ഖലീഫമാര്, അവരെത്ര വലിയ സ്ഥാനത്തുള്ളവരാണ്. അവർ ഈ ചെറിയ യത്തീം കുട്ടിനോട് കാണിക്കുന്ന സ്നേഹവും വിനയവും കണ്ടാൽ തന്നെ അതിശയിച്ചു പോകും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബിതങ്ങൾ പോറ്റിയിരുന്ന യത്തീമുകളൊക്കെ പിന്നീട് ഏറ്റെടുത്തത്, ആ യത്തീമുകൾക്കൊക്കെ ബാപ്പയായി മാറിയത് അതവരുടെ വിനയമാണ്. ചെറിയ ആളുകളോടും അവർക്ക് വല്ലാത്ത ബഹുമാനം, അവർക്ക് അല്ലാഹു തആല കൊടുത്ത സ്ഥാനത്ത്. ഉമർ റളിയല്ലാഹുവിന്റെ മുശാവറയിൽ ഒരാൾ മാത്രം ഉണ്ടായിരുന്നു ചെറുപ്പക്കാരൻ, ബാക്കിയൊക്കെ പ്രായമുള്ളവരാണ്, 50 കഴിഞ്ഞവരാണ്. ഒരാൾ മാത്രം 50ലേക്ക് 40ലേക്ക് എത്താത്ത ചെറുപ്പക്കാരൻ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ ഇൽമിന്റെ ഉയർച്ച മനസ്സിലാക്കി വെക്കുമ്പോൾ എല്ലാവരും വിനയം കാണിച്ചു. എല്ലാ സ്വഹാബിമാരും സമ്മതിച്ചു, അനുഗ്രഹിച്ചു. വല്ലാത്ത ബഹുമാനം, വല്ലാത്ത സ്നേഹം. ഉമർ റളിയല്ലാഹു അൻഹു എന്തിനാ ഇപ്പൊ മൂപ്പരെ കുട്ടി, അമ്മക്കുണ്ടല്ലോ പ്രായത്തിൽ മക്കളെന്ന് ചിന്തിച്ചു. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഇൽമിലൂടെ, ഒരു തഫ്സീറിലൂടെ അവർക്ക് ആ ഇൽമിന്റെ വൈഭവം കാണിച്ചപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വിനയം കാണിച്ച് അംഗീകരിച്ചു, സ്വീകരിച്ചു. സ്വഹാബത്തിന്റെ തവാദു അങ്ങനെ വല്ലാത്ത വിനയം. മുതിർന്ന ആൾക്കാരോട്, വലിയ വലിയ അമീറായിട്ട്, രാജ്യം ഭരിക്കുന്ന അമീറായിട്ട് വർത്തിക്കുന്ന സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഷാമിൽ അമീറായി ഭരണാധികാരിയാണ്, ഭരണം നടത്തുന്ന ആളാണ്. ഇത് അമീറാണെന്നും തിരിച്ചറിയാത്ത ഒരു പാവപ്പെട്ട ഒരു പ്രായം ചെന്ന മനുഷ്യന് ചോടേറ്റി പോകുമ്പോ നല്ല ആരോഗ്യമുള്ള സൽമാൻ ഫാരിസ് തങ്ങളെ കണ്ടപ്പോ ഈ ചോടൊന്ന് ഒരേലൊറ്റ ഏറ്റിത്തരി വെച്ച് ആ തലേക്ക് ചൂടുക. ഏറ്റെങ്ങനെ പോയപ്പോ അടുത്ത അങ്ങാടി എത്തിയപ്പോ ജനങ്ങൾ പറയുന്നുണ്ട്, ഭരണാധികാരി അതാ വരുന്ന വഴി മാറി കൊടുക്കുന്നു. അപ്പൊ ഇയാളാകെ പേടിച്ച്, പടച്ചോനെ ഞാനിപ്പോ ഈ ചൂട് തലയിൽ വെച്ചെടുത്ത് ആരെ തലയിലാ, ഞാനിപ്പോ ഈ ചുമടന്തായിട്ട് ഏറ്റാൻ പറഞ്ഞ അമീറുൽ മുഅ്മിനീൻ ആളോടാണോ? അപ്പൊ നിങ്ങള് അതൊന്നും ഇങ്ങനെ തന്നെ വെച്ചാൽ ഞാൻ തന്നെ കൊണ്ടേക്കോളൂ. അല്ലല്ല, ഞാൻ നിങ്ങളെ പൊരയിൽ ഇറക്കി തരാൻ നിശ്ചയിച്ചു കഴിഞ്ഞു, നിങ്ങളൊന്നും പറയണ്ട. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അല്ലാഹു ഉയർത്തിയത് തവാളു കൊണ്ടാണ്, വലിയ സ്ഥാനം അല്ലാഹു നൽകിയത്. അതുകൊണ്ട് തവാളു, കിബറുള്ളോടത്ത് തവാളു സ്വീകരിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏഴാമത്തേത് അൽ ഇസ്തിഗ്ഫാഫു ബിഹുർമത്തിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ബഹുമാനത്തെ ഇടിച്ചു താഴ്ത്തുക. ഒരു മുഅ്മിനാണോ അവനക്കൊരു ബഹുമാനം. മുഅ്മിൻ എത്ര വലിയ ബഹുമാനം ഉണ്ട്. ഞാൻ ഒറ്റ സംഭവം പറഞ്ഞുതരാം. കഅബ അങ്ങനെ കണ്ടപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅബ നിനക്ക് എത്ര ബഹുമാനമുണ്ട്. എന്നിട്ട് കഅബയോട് പറഞ്ഞു, നിന്നെക്കാളും അല്ലാഹു ബഹുമാനം നൽകിയത് മുഅ്മിനാണ്. കഅബക്ക് എത്ര ബഹുമാനമുണ്ട്. ഒരു മുഅ്മിൻ ഇവിടെ ജീവിക്കുന്നതിന്റെ മുമ്പ്, സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ് അല്ലാഹു തആല കഅബ സൃഷ്ടിച്ചിട്ടില്ലേ? അവ്വലു ബൈത്തിൻ ഉദിയ ലിന്നാസി ലല്ലദീ ബിബക്ക. ആദ്യം കഅബക്ക് ശിലപാകിയത് മലക്കുകളല്ലേ? കഅബന്റെ അടിസ്ഥാന ശില ആദ്യം കൊണ്ടുപോയി പരിശുദ്ധ മക്കയിൽ പാകിയത് മലക്കുകളാ. അന്ന് മലക്കുകളേ ഉള്ളൂ. പിന്നെ രണ്ടാമത് അതിനൊരു പരിഷ്കരണം നടത്തിയത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അപ്പൊ മുഅ്മിനായ മനുഷ്യന്റെ ബഹുമാനം പറയാൻ നബി തങ്ങൾ, കഅബയെ നിനക്കെത്ര ബഹുമാനമുണ്ട്, നിന്നെക്കാളും ബഹുമാനം മുഅ്മിനുണ്ട്. ഒരൊറ്റ മുഅ്മിന്റെയും ബഹുമാനം ഇടിച്ചു താഴ്ത്താൻ പാടില്ല. അത് പിശാചിന്റെ ഒരു ദുർബോധനമാണ്. അതിനെ നീ നേരിടേണ്ടത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ബഹുമാനം എത്രയെന്നുള്ള ചിന്ത എപ്പോഴും നിന്റെ ഖൽബിൽ വേണം. ഒരു മുഅ്മിനാണല്ലോ, ഒരു മുസ്ലിം ആണല്ലോ, മുഅ്മിനാണല്ലോ. അതുകൊണ്ട് ഓനോട് പറയുന്ന വാക്ക്, ഓനോട് പറയുന്ന രീതി, ഓനോട് സമീപിക്കുന്ന സമീപനം, അതിൽ മാറ്റം വേണം. എല്ലാവരോടും ഒരുപോലല്ല. നീ ഒരു മുഅ്മിനാണോ നിന്റെ സുഹബത്തിലുള്ളത്, ഓനെ നീ ഒരു കാഴ്ചപ്പാട് കാണണം. ഒരു മുസ്ലിം ആണോ ഓനോട് നീ വേറിട്ട കാഴ്ചപ്പാട് കാണണം. വിദേഹത്തുകാരനല്ലോ പറയുന്നത്, ഓനാ ലെവലിന് പുറത്താണ്. ഓനല്ല, ഓനെ ബഹിഷ്കരിക്കുന്നവനോട് വ്യക്തിപരമായിട്ട് വിദ്വേഷം ഉണ്ടായിട്ടല്ല, ആശയത്തിലുള്ളത് കൊണ്ടാണ്, തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് എന്റെ ലക്ഷ്യതാണ്. ഓനെ ഇടിച്ചു താഴ്ത്താനല്ല. ഓനോടും പറയുമ്പോ നീതിപരമായ ഭാഷയിലേ പറയാവൂ. അറുപ്പും വെറുപ്പും ഉളവാക്കിയിട്ട് പറ്റ സംസ്കാരം കുറഞ്ഞ ഭാഷയെ പറയാൻ പാടില്ല. മുഅ്മിനീങ്ങളോട് പറയുമ്പോ എപ്പോഴും ബഹുമാനം കൽപ്പിക്കേണ്ടതുണ്ട്. എട്ടാമത്തത് ഹുബ്ബുദ് ദുനിയ വൽ മഹ്മദ, പ്രശംസ ഇഷ്ടപ്പെടുക, സ്ഥാനമാനങ്ങൾ ഇഷ്ടപ്പെടുക, ദുന്യാവ് ഇഷ്ടപ്പെടുക.
അതിന് കുറക്കാനുള്ള മാർഗം ബിൽ ഇഖ്ലാസ്, ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഹുബ്ബു ദുനിയ കുറയും. ഇഖ്ലാസ് അല്ലാഹു നമുക്ക് കൂടുതലാക്കി തരട്ടെ. അപ്പൊ ദുനിയാവിന്റെ പ്രതിബദ്ധതയും അതുപോലെ തന്നെ പ്രകീർത്തനവും ഒക്കെ കുറഞ്ഞു കിട്ടും. നമ്മളൊരാളും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരാളും നമ്മളടുത്തേക്ക് വന്നിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമുണ്ടാകും. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ചെയ്യണ അമല് എത്രയും കുറയില്ല. മറ്റുള്ളവർ പറഞ്ഞെങ്കിലേ നമ്മൾ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ ചെയ്യണ അമല് കുറവാകുമല്ലോ. ആൾക്കാരിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ അവിടെ പോയിട്ട്. ആൾക്കാരൊന്നും പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ പറയാനാ ഞാൻ പോയത്? ആൾക്കാരുണ്ടെങ്കിൽ പറയാനാണോ പോയത്? അവിടെ പോയിട്ട് ഇപ്പൊ അത്രയും വലിയ സദസ്സിൽ നമ്മളിങ്ങനെ പ്രസംഗിച്ചിട്ടും ആൾക്കാരൊന്നും ഉഷാറായി എന്ന് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സദസ്സിലേക്ക് പോകണ്ട. നീ പോകുമ്പോ നിന്റെ മനസ്സിൽ എന്താ കരുത്ത്, നിന്റെ നിയ്യത്ത് എങ്ങനെ, അത് നോക്കിയാൽ മതി. മുമ്പൊരു സ്ഥലത്ത് പോയപ്പോ 10 ആളുകളുടെ സദസ്സിലാകാം, 10 ആള്. അപ്പൊ എന്നോട് പറഞ്ഞു ഉസ്താദേ ആള് കുറവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര ആളുണ്ട്? 10 ആളുണ്ട്. സ്ത്രീകൾ എത്ര ആളുണ്ട്? സ്ത്രീകൾ 50 ആണ്. 50ഉം 10ഉം 60 ആണ്. പിന്നെ നിങ്ങൾ കുറവ് പറഞ്ഞങ്ങനെ? അപ്പൊ പെണ്ണുങ്ങളൊന്നും ആളായിട്ട് കൂട്ടില്ലേ? അല്ല, പെണ്ണുങ്ങളൊക്കെ ആളുകൾക്കുണ്ട്, ഓൽക്കും വന്നെടുക്കണ്ടല്ലേ? അപ്പൊ എന്തേ ഓല ആളായിട്ട് കൂട്ടാൻ? ആണുങ്ങൾ മുന്നിലിരുന്നെങ്കിലേ ആളാകുള്ളൂ. അപ്പൊ നമ്മൾ ആൾക്കാർ മുന്നിൽ ഇങ്ങനെ തോനെ കണ്ടില്ലെങ്കിൽ വേല കുറണ്ട. അന്ന് 3 മണിക്കൂർ വേല പറഞ്ഞു. 3 മണിക്കൂർ വേല പറഞ്ഞപ്പോ 10 ആളുടെ സദസ്സല്ലേ? 10 ആളുടെ സദസ്സ് തന്നെ ഓരോരുത്തരും കൂടി 16, ഓരോരുത്തരും 1000. ആ സംരംഭത്തിലേക്ക് പോലും തന്നതാണ്. ഈ സംഘടിപ്പിച്ച സംഘാടകർക്ക് അവരെ എല്ലാ വർക്കുകളും കഴിച്ച് പിന്നെയും സ്ത്രീകളും മറ്റു കൊടുത്ത സംഭാവന ഉണ്ട്. ഓർക്ക് പിന്നെയും ബാക്കി 7000 രൂപ ചെലവൊക്കെ കഴിച്ച് ബാക്കി. അപ്പൊ അതുകൊണ്ട് പിറ്റത്തെ കൊല്ലം വേല വെക്കാൻ ഓൽക്കൊരു പ്രചോദനായി. 10 ആളാന്ന് വെച്ചിട്ട് 10 ആളേ ഉള്ളൂ. എന്നാ വണ്ടി ഇറക്കി പോവാ, തിരിച്ചു പോവാ. ഇവല് പരസ്യം ചെയ്ത് ആൾക്കാരെ കൂട്ടാത്തോണ്ട് നമുക്ക് വേല ശരിയാവില്ല. അത് എന്റെ പരിപാടികൾ ദുന്യാവിന്റെ ഹുബ്ബാണ്. ദുന്യാവിന്റെ ഹുബ്ബും പ്രശംസയുടെ സ്ഥാനത്തിന്റെ ഹുബ്ബും കൊണ്ട് കാരണം കൊണ്ട് അങ്ങനല്ലേ എത്ര പോസ്റ്റർ അടിച്ചിട്ടുണ്ടെന്ന് എണ്ണത്തിന് ഇങ്ങനെ ഇത് കൊടുത്താ ഇത് ഇന്ന അങ്ങാടി, ഇത് മറ്റേ അങ്ങാടി, അതൊക്കെ കൊണ്ട് ഫോട്ടോ പകർത്തി കൊടുത്തെങ്കിലേ ആൾക്കാർ എന്നോട് ഉസ്താദേ നിങ്ങളാ വാട്സാപ്പ് നമ്പർ എന്തിനാ പോസ്റ്റർ നിൽക്കാണ്ടറിയാം. എന്നാ ഞങ്ങൾ കൊറിയർ നിങ്ങൾ പോസ്റ്റ് അയച്ചെന്നിട്ട് എനിക്ക് എന്താ കാര്യം? എന്റെ മേശപ്പുറത്തൊരു കടലാസ് കൂടി കൂടിയതല്ലാതെ എനിക്ക് പോസ്റ്റർ ഒന്നും വേണ്ട. നിങ്ങൾ നിശ്ചയിച്ചോ, ഞാനതിന് കണക്കാക്കി വരും. മർഹൂം EK ഹസൻ മുസ്ലിയാർ അള്ളാഹു ദർജേറ്റി കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ഒരു കാർഡ് 5 പൈസന്റെ ഒരു കാർഡ് കിട്ടിയിട്ടാണ് വിദേഹത്തുകാർക്ക് മറുപടി പറയാൻ പോകുന്നത്. ഒരു കാർഡ് കിട്ടിയിട്ട് ആ സ്ഥലം അന്വേഷിച്ചിട്ട് ട്രെയിൻ കയറിയിട്ട് അവിടെ ഇവിടെ പോയി ഇറങ്ങിയിട്ട് അവിടെ ഇസ്ലാമിന്റെ ദേവത്തെ എടുത്തിട്ട് കാളും ഇതൊക്കെ വാങ്ങിയിട്ട് വേറ്റപ്പെട്ടി കൊണ്ട് ടീച്ചർ റെഡിയാക്കിയിട്ട് വേലിറങ്ങി തിരിച്ചു പോരുക. ഓലക്ക് ഇഖ്ലാസിന്റെ കട്ടെത്ര. അപ്പൊ പോസ്റ്റർ ഇങ്ങോട്ട് വന്നെങ്കില് അങ്ങനെയുണ്ട് ചില ആൾക്കാർക്ക് എങ്ങനെ ഇറങ്ങുക? ആദ്യം വേലിന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആദ്യം അവിടെ പിന്നെ അഡ്വാൻസ് പീഡിയ കച്ചവടം ചെയ്യാണല്ലോ, അഡ്വാൻസ് ആദ്യം അവിടെ കൊടുക്കണം, ഏൽപ്പിക്കണം. മുമ്പൊരു സ്ഥലത്തുനിന്ന് വേദന വെച്ചപ്പോ എന്നോട് ഉസ്താദേ എങ്ങനെയാണ് വേദിന്റെ കൂലി? ഞാൻ പറഞ്ഞു വേദിന് കൂലിയൊന്നുമില്ല, നിങ്ങൾ എന്തേ നിശ്ചയിച്ച ആദ്യം ഉണ്ടെങ്കിൽ ആദ്യ വണ്ടിക്കാരെ പെട്രോൾ അടിച്ചാൽ എന്തെങ്കിലും കൂലി കൊടുക്കണ്ടേ കൊടുക്കും. ഞാൻ അതും എടുത്തില്ലേ തിരിച്ചോണ്ട് പോരാ. അല്ല ഓൽക്കൊരു വേദ പറഞ്ഞെടുത്തുള്ള സമാധാനം ചോറെല്ലാം വെക്കാണ്ട് വെച്ചു പോരാ. അപ്പൊ എന്താ അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്നറിയാം? മൂപ്പര് എന്റെ മുമ്പ് ഒരാള് വരുന്നുണ്ട്, മൂപ്പര് ഓൾറെഡി അവിടെ പറഞ്ഞു ചെയ്യണം 35,000 ആക്കുവാണോ. അതാണ് ഈ സാധുവിനെ വിളിച്ചു ചോദിക്കണത്. ഇത് എല്ലാ കൂട്ടരും ഉള്ള പരിപാടിയാണ്, എല്ലാരും ഉണ്ട്, ഇയാൾ തന്നെയാണ്. അപ്പൊ മറ്റേ നിങ്ങൾ എന്തെങ്ങനെ ചോദിച്ചു വെച്ചാൽ നിങ്ങൾ ഇന്ന പരിപാടിക്ക് വിളിച്ചാൽ ഇതിനോട് ഓല് ചോദിക്കാൻ പറഞ്ഞു. അതെന്തേ ഓല് ചോദിക്കാൻ പറഞ്ഞു? അല്ല മറ്റേ ഇങ്ങനെ പറഞ്ഞു എത്ര വേണം എന്നാലേ ഞാൻ അത് പറയില്ല. നിങ്ങൾ ഇനി ഒന്നും തന്നീലേ, നിങ്ങളോട് എനിക്കൊരു വെറുപ്പില്ല. അസ്സലാമു അലൈക്കും. അങ്ങനെ കിട്ടാത്ത സ്ഥലങ്ങളോട് നിങ്ങളിപ്പോ തുറന്നേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓലോട് എതിർപ്പില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓൽക്ക് തരാൻ കഴിഞ്ഞില്ല കൂട്ടിയാ പോലെ എന്താ അതിന് വിഷമം? അതിന് വിഷമമായിട്ട് ഞാൻ ഇങ്ങനെ കുത്തിർന്ന് എനിക്കെന്തിട്ടാനാ? ഞാൻ എന്റെ ഏർപ്പാടായിട്ട് മുന്നോട്ട് പോകാന്നല്ലാതെ ഒരു ഹൈർ അവിടെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. വലിയ വലിയ ഉസ്താദുമാരൊക്കെ വാതിന് പോയ സ്ഥലത്ത് വാതില്ല, തിരിച്ചു വയ്ക്കുന്നു. നാളിപ്പോ പേരോട് ഉസ്താദ് പറഞ്ഞു, വിളിച്ച് അന്ന് രാവിലെ വരെ വിളിച്ചു. മുമ്പ് അന്നൊന്നും വണ്ടിയൊന്നുമില്ല, ഓരോ വണ്ടി കയറി ഇങ്ങനെ പോണ ഉസ്താദ് ഇങ്ങനെ വണ്ടി കയറി പോയി ഒരു സ്ഥലത്തെത്തി. അപ്പൊ ആ സ്ഥലത്തിന്റെ അടുത്താണ് വേദന സ്ഥലം. അന്വേഷിച്ച് നോക്കുമ്പോ അങ്ങനത്തെ സ്ഥലമുണ്ട്. അവിടെ പോയി നോക്കുമ്പോ സ്റ്റേജും ഇല്ല, മൈക്കും ഇല്ല, സെറ്റും ഇല്ല, ആളും ഇല്ല. വിളിച്ചു നോക്കുമ്പോ അഡ്രസ്സും ഇല്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര കഠിനാധ്വാനം ഉണ്ട്. അവിടെ പോയിട്ട് ഇപ്പൊ ഈ ദർശൊക്കെ നിർത്തി അവിടെ പോയിട്ട് ആളന്വേഷിച്ച് നോക്കുമ്പോ ഒന്നുമില്ലെങ്കിൽ അത് അന്നത്തെ കഥ അങ്ങനെയാണ്. എന്താ
പക്ഷെ അതുകൊണ്ട് പോലും വാഴ നിർത്തി. ഏകദേശം പിന്നെ എത്ര വാഴ പറഞ്ഞു. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തിൽ ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു ആഫിയത്തിൽ ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ അവരൊക്കെ എന്ത് കണ്ടിട്ട് എന്ത് കിട്ടും എന്ന് കണ്ടിട്ടല്ല ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ഇഖ്ലാസ് ആണല്ലോ അതിന്റെ മുഖമുദ്ര. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട മാർഗം. ഇഖ്ലാസ് അള്ളാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. 9ാമത്തെ വഴി പറഞ്ഞപ്പോ പറഞ്ഞു ത്വലബുൽ ഉലുവി വരിഫഅ, സ്ഥാനം, ഉയർച്ചയും സ്ഥാനവും തേടുക, കിട്ടണമെന്ന് ആവശ്യപ്പെടുക. സ്ഥാനം കിട്ടണമെന്ന് ആവശ്യപ്പെടുക. ഒരാൾ ഏൽപ്പിക്കുന്നതല്ല, എല്ലാരും കൂടി ഇങ്ങനെ ഏൽപ്പിച്ചു, നിങ്ങൾ അതിന്റെ ആളാകണം, നിങ്ങളെ ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം, അത് സ്വീകരിക്കും. അല്ലല്ല, എനിക്ക് ആ സ്ഥാനം കിട്ടിയേ പറ്റൂ, പറ്റിയില്ലെങ്കിലോ, പറ്റിയില്ലെങ്കിൽ ആ പൊളിച്ചുമിടെ. അങ്ങനത്തെ സ്വഭാവമല്ല ത്വലബുൽ ഉലുവി വരിഫഅ. അത് പിശാചിന്റെ ഒരു മാർഗ്ഗമാണ്. ഫക്സിർഹു ബിൽ ഖുശൂഅ്, ഭക്തി കൊണ്ട് നീ അതിനെ തകർക്കണം. വദില്ലത്തി, വിനയം സ്വീകരിച്ചുകൊണ്ടും തകർക്കണം. 10ാമത്തത് 10 കൂടി പറഞ്ഞു നിർത്തുക. അൽ മൻഉ വൽ ബുഖ്ലു, വിസമ്മതിക്കുക, പിശുക്ക് കാണിക്കുക. പിശുക്ക് കാണിക്കുക എന്നുള്ള പിശാചിന്റെ ഒരു സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനും കൂടി ചെലവാക്കൂല. ഇങ്ങനെ ആവശ്യത്തിന് ചെലവാക്കുക. പൊരേല് അതിഥികൾ വന്നു, ഗസ്റ്റ് വന്നാൽ നല്ല സൽക്കാരം കൊടുത്ത അള്ളാഹു തആല തന്നെ ബർക്കത്തിന് കയ്യും കണക്കുണ്ടാവില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു തആല സമ്പത്ത് ഇത്രയും കോടിക്കണക്കിന് കൊടുക്കാനുള്ള കാരണം ലൈഫിനെ ഭയങ്കര ഇഷ്ടമായി. ഇബ്രാഹിം നബി ലൈഫിനെ കിട്ടിയിട്ടുണ്ടല്ലോ, ആ ലൈഫിനെ കൊണ്ട് എങ്ങനെ ഭക്ഷണം കഴിപ്പിക്കണമെന്ന് അറിയില്ല, അത്രയും വലിയ ഇഷ്ടം. നമ്മളൊക്കെ ഇന്നല്ലേ മന്തി മറ്റൊക്കെ മനസ്സിലാക്കിയത്. ഇബ്രാഹിം നബിന്റെ പൊരന്റെ വേക്കിൽ തന്നെ വലിയ അടുപ്പുകളും വലിയ ചെമ്പും ഉണ്ടായിരുന്നു. എന്തിന്? ഈ കാളക്കുട്ടിനെ, അങ്ങനെ തഫ്സീർ പറയുന്നുണ്ട്, ഒരു കാളക്കുട്ടിയെ ഒന്നായിട്ട് ചുട്ടെടുത്തല്ലേ കൊണ്ടുപോയി കൊടുത്തത്. അപ്പൊ അവിടെ തഫ്സീറിലുണ്ട് അതിന് മാത്രമുള്ള അടുപ്പുണ്ടോ? ഉണ്ട്. പൊരന്റെ വേക്കില് വലിയ 2-3 അടുപ്പുകളുണ്ട്. ഒരു കാളക്കുട്ടിനെ ചുട്ടെടുത്ത് കൊണ്ടുവെങ്കിൽ ചെറിയ അടുപ്പ് മതിയോ? നമ്മളെ ഈ ചീനച്ചട്ടി വെക്കണ അടുപ്പ് മതിയോ? പോരാ, അതനുസരിച്ച് വേണ്ടേ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ താല്പര്യം അങ്ങനെ. മഹാനവർകൾക്കല്ലേ അതിൽ ഏറ്റവും വലിയ ബർക്കത്ത് കിട്ടിയത്. ഭയങ്കര ഖുർആൻ അതല്ലേ അത് എടുത്തു പറഞ്ഞത്. ഇത് ആവശ്യത്തിനുകൂടി കൊടുക്കില്ല. അപ്പൊ അതിഥി വന്നാല് ആ അതിഥിക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമ്പോ നമ്മളെ പൊരക്കാരായ ആൾക്കാര് സത്യത്തിൽ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും തീന്മേശയിലെത്തുന്ന അതിഥിയുടെ ഭക്ഷണം സമൃദ്ധിയായി കാണും. അപ്പോഴോ അതിഥി വന്നു, അന്ന് മൂപ്പര് കാര്യമായിട്ട് വാങ്ങിയ മത്യ. അതിഥി വന്നപ്പോഴേ അതിഥി വന്നപ്പോ മത്യ മൂപ്പര് വിചാരിക്കും, ഞാൻ വന്നോണ്ടിട്ട് എനിക്ക് ഒരു മത്യെങ്കിലും കിട്ടി. അല്ലെങ്കിൽ മത്തിയില്ല, ഒന്നുമില്ല, ഇവര് സാധുക്കളായിട്ട് ഇങ്ങനെ പോണം. എന്നാ ഇല്ലാഞ്ഞിട്ടാ ഉണ്ട്. അതിഥി വരുമ്പോ പോരാ, കുറച്ചുകൂടി മികപ്പിക്കണം. എന്നിട്ട് അതിഥി ഒന്നിങ്ങനെ കോരി വെക്കി ചാറ്റും പാത്രത്തിൽ. അപ്പൊ 2 മത്തി ഉണ്ട്. 2 മത്തിയാര, ഒന്ന് മൂപ്പർക്കും ഒന്ന് അപ്പുറത്തേക്ക്, രണ്ടാക്കും ഓരോ മത്തി. അത് പോരാ, അത്ര പിശിക്കരുത്. ജൂതിനുള്ള ധർമ്മത്തിനുള്ള കഴിവോടെ നല്ലോണം കിട്ടണം. കൊടുത്ത് ഒന്നും വീട്ടിൽ വെക്കാതെ ബാക്കിയായിട്ട് ഒക്കെ തവക്കുലാക്കി പോയിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പോരക്കാർക്ക് അല്ലാഹു തആലയല്ലേ നേരിട്ട് ആ വീട്ടുകാരെ സംരക്ഷണവും ഭക്ഷണവും കൊടുത്തത്. ഹിജ്റ പോകുന്ന സമയത്ത് മുഴുവനും സമ്പത്തും കൂടെ എടുത്തു പോയതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷെ പോരക്കാര് പട്ടിണിയായിക്കണോ? പട്ടിണിയായിട്ടില്ല. അവരൊക്കെ ജൂദിന്റെ അങ്ങേയറ്റം എത്രയാ. അതുകൊണ്ട് ഇതൊക്കെ പിശാചിന്റെ വഴികളാണ്. ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാചിന്റെ വഴികളോട് പിൻപറ്റരുത്. അത് പിൻപറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകും, പിന്നെ രക്ഷപ്പെടാൻ മാർഗം ഉണ്ടാകൂല. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. തസ്കിയത്തിന്റെ മാർഗങ്ങൾ സ്വീകരിക്കണം. ആ ആയത്തിന്റെ ഒരു പകുതി ഭാഗം വിശദീകരിക്കാണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വിശദീകരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ള പരിപാടി അല്ലെ, നേർച്ച പരിപാടി വരാൻ പോവുകയാണ്. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. വരുന്ന 23 അല്ലെ, 24, 25 നോട്ടീസൊക്കെ ഉണ്ട്. എല്ലാവരും ഓരോ നോട്ടീസ് കൊണ്ടുപോകുക, നാട്ടിലൊക്കെ പ്രചരിപ്പിക്കുക. നമ്മുടെ നേർച്ച, നമ്മുടെ പള്ളിയിൽ വർഷങ്ങളായി നടന്നിരുന്ന നേർച്ചയാണ്. സംഭവ ബഹുലാക്കണം. സമാപന ദിവസം എല്ലാവർക്കും അന്നദാനമുണ്ട്. അതിനെല്ലാവരും സംബന്ധിക്കണം. കഴിയുന്ന ആൾക്കാരൊക്കെ കൂട്ടി വരണം. അള്ളാഹു നമ്മുടെ നേർച്ചയും കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. ഉള്ളാൾ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ പള്ളിയും മറ്റുമൊക്കെ നല്ല അലങ്കരിച്ചിട്ടുണ്ട്. പൈൻ്റൊക്കെ തേച്ച് ഉഷാറാക്കി മട്ടാക്കിയിട്ടുണ്ട്. നല്ല സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ നേർച്ചയിലേക്കുള്ള നേർച്ച പൈസയും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടവരോട് ഏൽപ്പിക്കണം. ഓട്ടുമുള്ള വണ്ടി മാറ്റി കൊടുക്കാനായിരുന്നോ? أعوذ بالله من الشيطان الرجيم
بسم الله الرحمن الرحيم سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين والذين يرمون المحصنات ثم لم يأتوا ب4 شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين والخامسة أن لعنة الله عليه إن كان من الكاذبين ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين والخامسة أن غضب الله عليها إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا جاءوا عليه ب4 شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون ولولا فضل الله عليكم ورحمته وأن الله رؤوف رحيم يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم صدق الله العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين.